പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ക്രമീകരിച്ച ഈ മീറ്റിങ്ങിൻ്റെ പ്രാരംഭ രാത്രിയിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച അനുഗ്രഹിതനായ കർത്തദാസൻ, ഇവിടെ ആയിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾ, പ്രത്യേകാൽ ഈ മീറ്റിങ്ങിന് കാരണമായ വാത്സല്യ മാതാവ്, ഇതുവരെയും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയ പ്രിയ സഹോദരങ്ങൾ, ആമേൻ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും അടുത്തും അകലെയുമൊക്കെ ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം വിദൂരങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്നവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവരെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം. ദൈവമുഖത്തേക്ക് വിശ്വാസത്താൽ കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥന കേൾക്കുന്ന നാഥൻ്റെ തിരുസന്നിധിയിൽ അല്പസമയം തങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പണം ചെയ്ത് എല്ലാ ദൈവമക്കളും ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ വചനവുമായി എഴുന്നേൽക്കുമ്പോൾ വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിനും അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി വായിച്ചു കേട്ട തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പണം ചെയ്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ആശീർവദിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ എങ്ങേ വാഴ്ത്തുന്നു. അവിടുത്തെ ജനമങ്ങയിൽ ആശ്രയിച്ച് ക്രമീകരിച്ച മീറ്റിങ്ങിൻ്റെ പ്രാരംഭ രാത്രിയിൽ ഈ മകൾ സദസ്സിലടിയുടെ വചനവുമായി നിൽപ്പാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. അനേക ഭക്തന്മാർ വചനം ഘോഷിച്ച ഈ മകൾ സദസ്സിൽ അങ്ങയുടെ തേജസ്സും മഹത്വവും ഇറങ്ങി വന്നിരിക്കാൻ ഞങ്ങൾ എങ്ങേ വാഴ്ത്തുന്നു. അടിയൻ്റെ മുമ്പിലായിരിക്കുന്ന ഞങ്ങളുടെ ജനത്തോട്, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്നവരോട് അങ്ങയുടെ വചനം സംസാരിക്കേണ്ടതിന് അടിയൻ്റെ നാവിനെ സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെയാക്കി ലാവണ്യ വാക്കുകൾ അടിയൻ്റെ അതിരത്തിൽ തരണമേ. കേൾക്കുന്ന വചനം ഓരോ ഹൃദയങ്ങളിലും ഇന്ന് രാത്രി കല്ലിൽ കൊത്തിയ അക്ഷരങ്ങളെന്ന പോലെ പതിയപ്പെടാനിടയാക്കും. വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരും. പ്രാർത്ഥനയെ അപേക്ഷയും കൈക്കൊണ്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട ഒരു മഹനീയമായ ഒരു സന്ദേശമാണ് നമ്മളോട് വായിച്ചത്. മാനവകുലത്തിൻ്റെ രക്ഷകനായി കാലത്തിൻ്റെ തികവിങ്കൽ ലോകത്തിലേക്ക് കടന്നു വന്ന് മാനവരാശിക്ക് വേണ്ടി ജീവനെ വെച്ച അവിടുത്തെ സ്നേഹമാണ് ഇന്ന് രാത്രി നമ്മൾ ഈ ആലയത്തിൻ്റെ ഉള്ളിൽ കൂടി വരാൻ ഇടയാക്കിയത്. നമ്മുടെ വായിച്ച ഭാഗങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അരിമത്ഥ്യക്കാരനായ യോസേഫിൻ്റെ കല്ലറയിൽ ക്രിസ്തുയേശുവിനെ അടക്കം ചെയ്തിട്ട് യഹൂദന്മാർ ഒന്നടങ്കം യേശു കർത്താവിൻ്റെ ആ മരണത്തെ സംബന്ധിച്ച് പീലാത്തോസിനോട് പോയി പറഞ്ഞ കാര്യങ്ങൾ മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം 62 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ വായിക്കാം. ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3-ാം നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി.
മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. യേശു കർത്താവിനെ അരിമത്തേക്കാരനായ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്ത ശേഷം പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാർ ആവശ്യപ്പെട്ട കാര്യമാണ് നമ്മളോട് വായിച്ചത്. അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ആ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെയാകും. അതായത് യേശു കർത്താവിനെ ക്രൂശിക്കേണ്ടതിന് ഞങ്ങൾ പദ്ധതിയിട്ടത്, യൂദാ എന്ന അപ്പോസ്തലന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തത്, ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തത്, ഗെത്സമനയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്, ഗബദ എന്ന കൽത്തലത്തിൽ വെച്ച് തല്ലിച്ചതച്ചത്, അതിനു മുമ്പ് 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചത്, യേശു കർത്താവിനെ ക്രൂശിക്കാൻ ഭാരമേറിയ മരക്കുരിശ് ചുമപ്പിച്ച് ഗോൽഗൊഥ മലയോളം കൊണ്ടുപോയത്, ഇരുകള്ളരുടെ മധ്യത്തിൽ ആ നാഥനെ ക്രൂശിച്ചതും, ഇതെല്ലാം വെറുതെയാകാതിരിക്കണം എങ്കിൽ ആ കല്ലറയെ മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ കാവൽ വയ്ക്കണം. പീലാത്തോസ് വളരെ ബുദ്ധിയോടെയാണ് ആ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹമായിട്ട് തന്നെ കാവൽക്കാരെ നിർത്താതെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കാവൽക്കൂട്ടത്തെ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളാൽ ആവോളം ചെന്ന് കല്ലറയ്ക്ക് ഉറപ്പ് വരുത്തുവീൻ. കാരണം പീലാത്തോസ് അത് പറയാനുള്ള കാരണം, നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ പറയുന്നത് പോലെ യേശു കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റാൽ അവർ പറയും പീലാത്തോസ് അയച്ച കാവൽക്കൂട്ടത്തിൻ്റെ കുഴപ്പമാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതെന്ന്. അതുകൊണ്ട് അവരാവശ്യപ്പെട്ടതുപോലെ കാവൽക്കൂട്ടത്തെ നൽകി റോമൻ കാവൽക്കാർ ആ കല്ലറയ്ക്ക് കാവൽ നിന്നു. ലോക ചരിത്രത്തിൽ അനവധി ശ്രേഷ്ഠ രാജാക്കന്മാർ ലോകത്തിൽ മരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രമുഖർ ഇവിടെ മരിച്ചിട്ടുണ്ട്. ഉന്നതന്മാരായ പലരും ഈ ലോകത്ത് നിന്ന് നാട് നീങ്ങിയിട്ടുണ്ട്. എന്നാൽ ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഒരു കല്ലറയ്ക്കും ഒരു ഭരണകൂടത്തിൻ്റെ കാവൽക്കാർ കാവൽ നിന്നൊരു ചരിത്രരേഖകളിലില്ല. എന്നാൽ ഒരേ ഒരു കല്ലറയ്ക്ക് മാത്രമേ കാവൽ നിന്നുള്ളൂ. ആ കല്ലറ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രമാണ്. ഈ കല്ലറയ്ക്ക് അവർ കാവൽ വെച്ചു. അടുത്ത 28-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം ശ്രദ്ധിക്കുക. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലനക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു. അവൻ്റെ രൂപം മിന്നലിന് ഒത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ചു, മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. 4-ാം വാക്യത്തിൽ വായിച്ചത്, റോമൻ പടയാളികൾ കാവൽ നിന്ന കല്ലറയിൽ ദൂതനിറങ്ങി കല്ലുരുട്ടി മാറ്റി കല്ലിന്മേലിരുന്നു. എന്തിന് കല്ലിന്മേലിരുന്നു? ഇനി ആരും ഈ കല്ല് തിരിച്ചു ഉരുട്ടി വയ്ക്കാതിരിപ്പാൻ. അതിനുശേഷം യേശു കർത്താവിൻ്റെ കല്ലറയിൽ സംഭവിച്ചതെല്ലാം കാവൽക്കാരായ റോമൻ പടയാളികൾ കണ്ടു നിൽക്കുകയാണ്. എന്നിട്ട് ദൂതൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഇവിടെയില്ല, അവൻ നിങ്ങൾക്ക് മുമ്പേ ഉയർത്തെഴുന്നേറ്റു. അടുത്ത് പറഞ്ഞത്, കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. അതിനുശേഷം ദൂതൻ പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പായി അവൻ ഗലീലയ്ക്ക് വരുന്നുണ്ട്, നിങ്ങൾ അവിടെ വെച്ചവനെ കാണും. ഇതെല്ലാം കേട്ടും കണ്ടും നിൽക്കുന്നവരാണ് റോമൻ പടയാളികൾ. ഇത് മുതൽ ഒരു കഥ എഴുത്താണ് നമ്മളവിടെ കാണുന്നത്. നോക്കി അവിടെ ശ്രദ്ധിച്ചാലും ഒരു കഥ അവർ പറഞ്ഞുണ്ടാക്കി. എന്താണ് കഥ? യഹൂദന്മാരെ പറഞ്ഞ് സമ്മതിപ്പിച്ച അന്നത്തെ ശാസ്ത്രിമാർ, പരീശന്മാർ, സദൂക്യരടങ്ങുന്ന മകൾ സദസ് പടയാളികളെ പറഞ്ഞ് സമ്മതിപ്പിച്ച കാര്യം ഇതാണ്: ഈ നടന്നതൊന്നും നിങ്ങൾ ആരോടും പറയരുത്. നോക്കിക്കേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ദൂതൻ ഇറങ്ങിയത്, കല്ലറ തുറന്നത്, ഇവിടെ സംഭവിച്ച ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇതുപോലെ പറയരുത്. പിന്നെ നിങ്ങൾ എന്ത് പറയണം? ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന്
യേശു കർത്താവിൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി. ശ്രദ്ധിക്കൂ, ഈ കല്ലറയ്ക്കകത്തിരുന്നത് സാധാരണ വ്യക്തിയല്ല. ഈ വ്യക്തിയെ യഹൂദന്മാർ സംബോധന ചെയ്തത് യഹൂദന്മാരുടെ രാജാവ് എന്നാണ്. തൂക്കപ്പെട്ട ക്രൂശിന്റെ മുകളിൽ എഴുതി വെച്ചതും യഹൂദന്മാരുടെ രാജാവ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടയ്ക്കപ്പെട്ട ഈ കല്ലറയ്ക്ക് കാവൽ നിന്നത്, ഒരു രാജാവിനെ കാവൽ ചെയ്യാൻ നിന്നത് സാധാരണക്കാരായ പടയാളികളല്ല. റോമൻ ഭരണകൂടത്തിന്റെ ഉന്നതന്മാരായ ഭരണാധികാരികൾ ഒരു രാജാവിന്റെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുക. ഇനി ഉണ്ടാക്കിയ കഥ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ, ആരുറങ്ങുമ്പോൾ? റോമൻ പടയാളികൾ ഉറങ്ങുമ്പോൾ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നതാണ് കഥ. അങ്ങനെയാണെങ്കിൽ ഈ കഥയുടെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ആ കഥയിൽ നമുക്ക് ചിന്തിക്കാം, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെക്കാൾ ബലം കുറഞ്ഞവരാണ് റോമൻ പടയാളികൾ. ഇരുമ്പ് പോലെ ബലമുള്ള റോമൻ ആധിപത്യത്തിന്റെ റോമൻ സൈന്യമാണ് ഈ കല്ലറയുടെ മുമ്പിൽ കാവൽ നിന്നത്. അപ്പോൾ വേദപുസ്തകം നമ്മൾ വായിക്കുന്നത്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ കണ്ട സ്വപ്നമനുസരിച്ച് തലതങ്കം കൊണ്ട്, നെഞ്ചും കൈകളും വെള്ളി കൊണ്ട്, വയറും അരയും താമ്രം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട് നിർമ്മിതമായ കാൽപാതി കളിമണ്ണും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായ വിഗ്രഹം. അതിലെ തല നെബൂഖദ്നേസർ രാജാവിന്റെ ഭരണകൂടം, നെഞ്ചും കൈകളും മേദ്യ പേർഷ്യ, അടുത്ത് വയറും അരയും താമ്രം കൊണ്ട് നിർമ്മിതം ഗ്രേക്ക് സാമ്രാജ്യം, അടുത്തത് തുട ഇരുമ്പ് കൊണ്ട്. ഇരുമ്പ് പോലെ ബലമുള്ള റോമൻ സൈന്യത്തിന്റെ ചക്രവർത്തിമാർ കാവൽ നിന്ന ആ കല്ലറയിൽ നിന്ന് യേശു കർത്താവിനെ അവന്റെ ശിഷ്യന്മാർ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന ഒരു കഥ പരത്തിയാൽ നാണക്കേട് റോമൻ ഗവൺമെന്റിനാണ്. പക്ഷേ പണത്തിന്റെ മുമ്പിൽ ആ നാണക്കേട് അവർ സഹിച്ചു. സ്തോത്രം. അപ്പോൾ യഹൂദന്മാർ കൊടുത്ത പണത്തിന്റെ മുമ്പിൽ സത്യത്തെ മറച്ചുകൊണ്ട് അവരൊരു കഥയുണ്ടാക്കി. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതല്ല, പിന്നെയോ അവൻ മോഷ്ടിക്കപ്പെട്ടതാണ്. ഇന്ന് രാത്രി എൻ്റെ ചിന്താ വിഷയം, എൻ്റെ പ്രമേയം, കഥയെ തിരുത്തുന്ന ദൈവം. നോക്കൂ, മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ കഥ ലോകമെങ്ങും പരക്കാനിടയായി. യഹൂദന്മാരുടെ ഇടയിൽ മുഴുവൻ ഈ കഥ പരസ്യപ്പെട്ടു. എന്താണ്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവിടുന്ന് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പക്ഷേ അവൻ ജീവിച്ചെഴുന്നേറ്റതല്ല. പിന്നെയോ റോമൻ പടയാളികൾ ഉറങ്ങും നേരം ശിഷ്യന്മാർ വന്ന് കട്ടുകൊണ്ടുപോയതാണെന്ന് അവർ കഥയുണ്ടാക്കി പരസ്യപ്പെടുത്തിയ കഥയെ തിരുത്താൻ അപ്പോസ്തലനായ പൗലോസിന്റെ സഹപഠനായ ലൂക്കോസിന്റെ തൂലിക അദ്ദേഹം പേപ്പറുകളിൽ ചലിപ്പിക്കാൻ തുടങ്ങി. സ്തോത്രം. അദ്ദേഹം എഴുതി വെച്ചതായ ചില ചരിത്ര ഭാഗങ്ങളിലേക്ക് വന്നാൽ ഒന്ന് വായിക്കൂ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നു. നോക്കിക്കേ, 1-ാമത്തെ ചരിത്രം ഏത്? ലൂക്കോസിന്റെ സുവിശേഷം. ആ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ ആരോഹണം ചെയ്തതുവരെയുള്ള ചരിത്രമായിരുന്നല്ലോ. അടുത്ത ഭാഗം, അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷമായി. ലൂക്കോസ് എന്ന സുവിശേഷകൻ ചരിത്രം എഴുതുമ്പോൾ ക്രിസ്തുവിനെ അവിടെ അവതരിപ്പിക്കുന്നത് കല്ലറ കൊണ്ട് അവസാനിച്ചവനല്ല ക്രിസ്തു, പിന്നെയോ കല്ലറയെ ജയിച്ചവൻ. മാത്രമല്ല 40 നാളോളം ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുകയും അവിടുത്തെ നിയമങ്ങളും കൽപ്പനകളും കൊടുത്ത ശേഷം അവർ കാൺകെ സ്വർഗാരോഹണം ചെയ്തവനും തന്നെ കാത്തു നിൽക്കുന്നവരുടെ പ്രത്യാശ എന്ന വണ്ണം അവരെ സ്വീകരിപ്പാൻ വേഗം വരുന്നവനുമാണ് ഞാൻ എഴുതിയ ചരിത്രത്തിലെ പ്രഥമ പുരുഷനായ ക്രിസ്തു എന്ന ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസ് അപ്പോസ്തലൻ എഴുതി വെച്ചത്. അപ്പൊ നോക്കിയേ,
ഒരു ഭാഗത്ത് കഥയുണ്ടാക്കി പലതിനെ ഒതുക്കുവാനായി പലരും ശ്രമിച്ചപ്പോൾ ആ കഥാനായകനെ കുറിച്ച് ഇന്നും ലോകത്തിൽ പ്രസംഗിക്കാൻ കാരണം യഹൂദന്മാർ ഉണ്ടാക്കിയ കഥയ്ക്കകത്ത് ഒതുങ്ങിയവനല്ല ക്രിസ്തു. പിന്നെ ക്രിസ്തുവാര്? ലോകത്തിലെ മതാധ്യക്ഷന്മാരും മതപ്രഭാഷകന്മാരും പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ഇടയിൽ നാം പ്രഖ്യാപിക്കുന്ന ശ്രേഷ്ഠന്മാരായ പലരും ഇവിടെ ജനിച്ചു, ഇവിടെ വളർന്നു, ഇവിടെ മരിച്ചു, ഇവിടെ അടക്കം ചെയ്യപ്പെട്ടു. അവർ ചെയ്ത വിശുദ്ധ പ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ നിമിത്തം നമ്മൾ അവിടെ ആരാധിക്കുന്നു. അതുപോലെ ഒരാളാണ് ക്രിസ്തുവെന്ന് ലോകത്തിലെ മതസംഹിതകൾ, മത അധ്യക്ഷന്മാർ പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്ന ക്രിസ്തുവാര്? 1 തീമോഥെയോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ക്രിസ്തുവാര്? അവിടുന്ന് ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമാരോ അവിടുന്നാണ് മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യത്തിൽ വ്യക്തമാക്കുന്ന ഇങ്ങനെയാണ്: ക്രിസ്തേശുവിലെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യ സാദൃശ്യത്തിലായി ഇഹലോകത്തിലേക്ക് വന്ന രക്ഷകനാണ് ക്രിസ്തു. അവിടെ പറയുന്നു, അവിടുന്ന് ഈ ഭൂതലത്തിൽ ജനിച്ച ബെത്ലഹേമ്യ ചരിത്രമല്ല അവിടുത്തെ ചരിത്രം. പിന്നെ ഏതാണ് ചരിത്രം? അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളെന്ന് വിചാരിക്കാതെ കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഇഹലോകത്തിലേക്ക് അവതരിച്ച സാക്ഷാൽ ദൈവമാണ് ക്രിസ്തു. ഹല്ലേലൂയ. അവൻ എന്തിനവിടുന്ന് ജഡാവതാരം എടുത്ത് ലോകത്തിലേക്ക് വന്നു? എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം അവിടെ പറഞ്ഞ ഇങ്ങനെയാണ്: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവിടുന്ന് ജഡാവതാരമെടുത്ത് ഇഹലോകത്തിലേക്ക് കടന്നു വരാനിടയായി. അപ്പോൾ ജഡമയരായ മനുഷ്യനെ സംരക്ഷണ ചെയ്യുവാൻ, പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ, പാപത്തിന്റെ നുകത്തെ അവരിൽ നിന്ന് അഴിച്ചു മാറ്റുവാൻ ഇഹലോകത്തിലേക്ക് കടന്നു വന്ന ഏകരക്ഷകനാണ് ക്രിസ്തു. ഇനി ലോകത്തിലെ പല അവതാര പുരുഷന്മാർക്കും ലോകത്തിലെ ശ്രേഷ്ഠന്മാർക്കും അനുഭവ സമ്പത്തിൽ അവർ ശ്രേഷ്ഠരല്ല, പരിശുദ്ധിയിൽ ശ്രേഷ്ഠരല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഉയർത്തിപ്പാടുന്ന നമ്മുടെ രക്ഷാനായകനായ ക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ ശ്രേഷ്ഠത എന്ത്? എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യം: ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, നിർമ്മലൻ, നിർദോഷൻ, പവിത്രൻ, ആമേൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായ ഈ നാഥന്റെ പരിശുദ്ധിക്ക് സമമായി ഉലകത്തിൽ വേറൊരാളും ഇന്നുവരെ ജനിച്ചിട്ടില്ല. ജനനം കൊണ്ട് പരിശുദ്ധനായവൻ, ജീവിതം കൊണ്ട് പരിശുദ്ധനായവൻ, ആമേൻ, പ്രവൃത്തി കൊണ്ട് പരിശുദ്ധനായവൻ, അവിടുന്നാണ് മാനവകുലത്തിന്റെ രക്ഷ സാധ്യമാക്കി ഈ ലോകത്തിൽ മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ നാഥൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന സത്യ സനാതന സുവിശേഷം അതാണ്. അപ്പോൾ എൻ്റെ യേശുവിൻ്റെ ചരിത്രം കഥ കൊണ്ട് അവസാനിച്ചില്ല. യഹൂദന്മാർ എഴുതി ഉണ്ടാക്കിയ കഥാപുസ്തകം കൊണ്ട് എൻ്റെ നാഥൻ അവസാനിച്ചില്ല. ഇനി നോക്കൂ, ഗലീലയിലെ സഹോദരങ്ങൾ അഥവാ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഒരുമിച്ച് ഒലിവുമലയിൽ നിൽക്കുമ്പോൾ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത നേരം അവർ ആകാശം ഇരവിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ സമയം ഉന്നതങ്ങളിൽ നിന്ന് ദൂതന്മാരിറങ്ങി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ വീണ്ടും വരും. ഹല്ലേലൂയ. ആരെല്ലാം കഥാപുസ്തകം എഴുതിയാലും ആരെല്ലാം കഥ എഴുതി ഇവിടെ ഉണ്ടാക്കിയാലും എൻ്റെ യേശു കഥ കൊണ്ട് അവസാനിക്കുന്നവനല്ല, പിന്നെയോ അവൻ കഥയെ തിരുത്തുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങൾ തിരുവെടുത്ത് പരിശോധിക്കൂ. മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിന്റെ കഥയെ യഹൂദന്മാർ എഴുതി ഉണ്ടാക്കിയ കഥയെ തിരുത്തിക്കൊണ്ട് എൻ്റെ നാഥൻ അവിടുത്തെ മഹത്വത്തെ വെളിപ്പെടുത്തിയതുപോലെ വേദപുസ്തക ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അനേകർ എഴുതിയുണ്ടാക്കിയ കഥയെ
തിരുത്തിയ ഒരു നാഥനാണ് ഞാൻ ഇന്ന് രാത്രി ഉയർത്തുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. നിങ്ങൾ പുതിയ നിയമം നോക്കിക്കഴിഞ്ഞാൽ ഈ കഥാപുസ്തകത്തെ കരത്തിലേന്തി ദൈവസഭയ്ക്ക് വിപരീതമായി ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യനായിരുന്ന അപ്പോസ്തലനായ പൗലോസ്. ആമേൻ. അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കൂ. തത്വജ്ഞാനികൾ ധാരാളമുള്ള കിലിക്കിയ പട്ടണത്തിലെ തർസോസിൽ ജനിച്ചു വളർന്ന് ഗമാലിയേൽ എന്ന ഉന്നതനായ ശാസ്ത്രിയുടെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം തികവോടെ പഠിച്ച് പിന്നെ സന്നിധി സംഘത്തിന്റെ ഒരു അംഗമായി മാറി നീണ്ട 12 വർഷത്തെ ന്യായപ്രമാണ അഭ്യാസം ആമേ സൂക്ഷ്മതയോടെ വാക്ക് പ്രതി വാക്കായി സെന്റൻസ് ബൈ സെന്റൻസായി നന്നായി പഠിച്ച് ആർക്കും ഉത്തരം കൊടുക്കുവാൻ കഴിവുള്ള ഒരു മനുഷ്യനായി ആമേ സെക്കുലർ വിദ്യാഭ്യാസം ലോകപ്രകാരം നേടി തൊഴിൽ കൂടാരപ്പണി ജീവിതത്തിന്റെ ഭാഗമാക്കി ന്യായപ്രമാണം തികവോടെ പഠിച്ച് പുറത്തിറങ്ങിയ ഈ മനുഷ്യന്റെ വാക്കുകളുടെ മുമ്പിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തന്നെ ചുറ്റിമിന്നിയ ദൈവിക വെളിച്ചത്തിന്റെ മുമ്പിൽ കഥാപുസ്തകം ദൂരക്കളഞ്ഞ് ന്യായപ്രമാണത്തിന്റെ ആധികാരികതകളെ വിട്ട് യേശുക്രിസ്തുവിന്റെ പാദാന്തിയെ സമർപ്പണം ചെയ്ത ആ മനുഷ്യൻ എഴുതി തന്നു 14 ലേഖനങ്ങൾ. ഇന്ന് രാത്രി ഞാൻ പറയാം, കഥ എഴുതിയ പുസ്തകങ്ങളും കൊണ്ട് ഇറങ്ങിയവരെ കഥ തിരുത്തുവാൻ, പ്രസംഗിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന വേദപുസ്തകമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ആരൊക്കെയോ നമുക്കും വിപരീതമായി കഥ എഴുതിയിട്ടുണ്ട്. അവൻ എത്രയോ സഭാ ശ്രേഷ്ഠന്മാരെ കുറിച്ച്, സഭാ നേതൃത്വങ്ങളിൽ നിന്നവരെ കുറിച്ച് ലോകം കഥ എഴുതിയിട്ടുണ്ട്. സമൂഹത്തിൽ ശ്രേഷ്ഠരായവരെ കുറിച്ച് കഥ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ വായിച്ചാൽ അനേക കഥകൾ നമ്മൾ വായിക്കാൻ ഇടയായിത്തീരും. മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയ കഥകൾ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ച് തിരുവെഴുത്തിന്റെ ഭാഗം ചിന്തനീയമാക്കി അവസാനിപ്പിക്കണമെന്ന് എൻ്റെ ആശ. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 31 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 37-ന്റെ 31 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്നു, യോസേഫിന്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി, അവരാ നിലയങ്കി തന്റെ അപ്പന്റെ അടുക്കൽ കൊണ്ടുചെന്നു കൊടുത്തയച്ചു. ഈ നിലയങ്കി ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിന്റെ മകന്റെ അങ്കി അല്ലയോ എന്ന് നോക്കുക. ആ അങ്കി അപ്പൻ തിരിച്ചറിഞ്ഞു, ഇത് എൻ്റെ മകന്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു. യോസേഫ് പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ 8 ചാക്ക് ശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ കൊണ്ട് ദുഃഖിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ, അങ്ങനെ ഉടപ്പിറപ്പുകൾ, സഹോദരങ്ങൾ സ്വന്തം സഹോദരന് വിരോധമായി എഴുതിയ ഒരു കഥയാണ് നമ്മൾ വായിച്ചത്. ദൈവപുരുഷനായ യാക്കോബ് തൻ്റെ മകനായ യോസേഫിനെ അധികം സ്നേഹിച്ചു. കാരണം റാഖേലിന്റെ മൂത്ത മകനായ യോസേഫ്, ഇളയ മകൻ ബെന്യാമീൻ, അമ്മയിട്ട പേര് ബെനോനി, അപ്പൻ അതിനെ തിരുത്തി ബെന്യാമീൻ എന്നാക്കി. രണ്ടാമത്തെ മകന് ജന്മം കൊടുക്കുന്ന നാളിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതിന് തൊട്ടു മുമ്പിട്ട പേരാണ് ബെനോനി എന്ന വാക്ക്, ആ പേര്. എന്നാൽ ഈ യോസേഫിനെയും ബെന്യാമീനെയും അധികമായി യാക്കോബ് സ്നേഹിപ്പാനിടയെ. കാരണം അമ്മയില്ലാതെ വളരുന്നതല്ലേ, അപ്പന്റെയും അമ്മയുടെ സ്നേഹം ഒന്നുപോലെ കൊടുത്തു. അതിൽ യോസേഫിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ദർശനങ്ങളെ കാണുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒപ്പം ജ്യേഷ്ഠന്മാരുടെ കുറ്റം വന്ന് അപ്പനോട് പറയുന്ന ആളായിരുന്നു. ഇതുകൊണ്ട് ജ്യേഷ്ഠന്മാർക്ക് ഈ ഇളയ സഹോദരനോട് ഭയങ്കര വെറുപ്പുണ്ടായി. ഒരു ദിവസം ഇദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ഇതാണ്: സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്ന സ്വപ്നം. അപ്പനോട് പറഞ്ഞു. അപ്പൻ അതിന് മറുപടി പറഞ്ഞു, മക്കളെ, നീ കാണുന്ന സ്വപ്നം എന്തോന്നാ? അവൻ അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചു. സൂര്യൻ അപ്പൻ, ചന്ദ്രൻ അമ്മ, പിന്നെ ഈ കണ്ട 11 നക്ഷത്രങ്ങൾ നിന്റെ 11 സഹോദരങ്ങൾ. അപ്പനും അമ്മയും 11 നക്ഷത്രങ്ങളും നിന്നെ നമസ്കരിക്കുമെന്നോ? മക്കളെ, നീ കാണുന്ന സ്വപ്നം എന്തോന്നാ? രണ്ടാമത് വീണ്ടും ഒരു സ്വപ്നം.
വയലിൽ സഹോദരങ്ങൾ ഒരുമിച്ച് കറ്റ കെട്ടിക്കൊണ്ട് നിൽക്കുന്നു. യോസേഫിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. സഹോദരന്മാരുടെ കറ്റകൾ തന്റെ കറ്റയെ നമസ്കരിക്കുന്നു. ഇത് നിമിത്തം സഹോദരന്മാർക്ക് അദ്ദേഹത്തോട് വിദ്വേഷം തോന്നി. അങ്ങനെ ഇടയ കുടുംബമായ ഈ യോസേഫിന്റെ സഹോദരങ്ങൾ ആടിനെ തീറ്റി നടക്കും കാലം തൻ്റെ അപ്പനായ യാക്കോബ് കൊടുത്തയച്ച ഭക്ഷണപ്പൊതിയുമായി ഭക്ഷണ സാധനങ്ങളുമായി നേരെ വനാന്തരത്തിൽ തൻ്റെ സഹോദരങ്ങൾ ആട് തീറ്റുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ദൂരവേ നിന്ന് കണ്ട യോസേഫിനെ കുറിച്ച് അവർ മനസ്സിൽ ഒരു കഥ തയ്യാറാക്കി. ആ കഥ ഇങ്ങനെയായിരുന്നു: സ്വപ്നക്കാരൻ വരുന്നുണ്ട്, ഇന്ന് ഇവനെ ഇവിടെ വെച്ച് തീർക്കണം, ഇവന്റെ സ്വപ്നം എന്താകും എന്ന് നോക്കാം. കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ മുഴുവൻ അവിടെ വാങ്ങിവെച്ചിട്ട് യോസേഫിന് വേണ്ടി വേറൊരു മൃഗത്തെ അവർ റെഡിയാക്കി. യോസേഫിനെ അപ്പം ധരിപ്പിച്ച് അങ്കി ഊരിയെടുത്തിട്ട് പൊട്ടക്കുടിയിൽ വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തെ കരയിൽ കയറ്റി 20 വെള്ളിക്കാശിന് അദ്ദേഹത്തെ കച്ചവടം ചെയ്തിട്ട് ഈ അങ്കി ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ മുക്കിയെടുത്ത അങ്കിയുമായി അവയെ സഹോദരങ്ങളിൽ ചിലർ അപ്പൻ്റെ അടുക്കിലേക്ക് ചെന്നു. അവിടെ ചെന്ന് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: അവൻ അപ്പ നോക്കിയാലും ഈ വസ്ത്രം ഞങ്ങൾക്ക് കിട്ടി, ഇതാരുടേതെന്ന് നോക്ക്. അപ്പൻ കയ്യിലേന്തി പറഞ്ഞ വാക്ക്: ഇതെന്റെ മകൻ യോസേഫിൻ്റെതാണ്. എവിടുന്നാ നിങ്ങൾക്കിത് കിട്ടിയത്? അതിന്റെ മറുപടി: ഏതോ ദുഷ്ടമൃഗം അദ്ദേഹത്തെ കടിച്ചു കീറി തിന്നുകളഞ്ഞു, ഈ അങ്കി മാത്രം ഞങ്ങൾക്ക് കിട്ടി. ശ്രദ്ധിച്ചേ, സഹോദരന്മാർ എഴുതി ഉണ്ടാക്കിയ കഥ അതായിരുന്നു. ആമേൻ. എന്നാൽ ഇതേ സമയം യോസേഫ് ഇപ്പോൾ കച്ചവടക്കാരുടെ കയ്യിലാണ്. ശ്രദ്ധിച്ചേ, ദൈവപുരുഷനായ യോസേഫ് സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ, അപ്പനൊരു നിലയങ്കി തയ്പ്പിച്ചു കൊടുത്തതിൻ്റെ പേരിൽ, പിന്നെ സഹോദരന്മാരുടെ കുറ്റം അപ്പനോട് വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സഹോദരന്മാർ തൻ്റെ പേരിൽ ഒരു കഥ എഴുതി ഉണ്ടാക്കി അപ്പനെ അവതരിപ്പിച്ചു. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വസ്ത്രം മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ ദൈവപുരുഷനായ ദർശനമുള്ള യാക്കോബിന്റെ ജീവിതത്തിൽ വേറൊരു ചരിത്രം പുറകിൽ കിടക്കുന്നുണ്ട്. തൻ്റെ സ്വന്തം അപ്പൻ കണ്ണ് രണ്ടും കാണാൻ പറ്റുന്നില്ല. അന്ധനായ തൻ്റെ പിതാവ് ഇസഹാക്ക് തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഏശാവിനെ അനുഗ്രഹിപ്പാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ചേട്ടന്റെ വസ്ത്രമെടുത്ത് പുതച്ച് കണ്ണ് കാണത്തില്ലാത്ത അപ്പന്റെ മുമ്പിൽ ആഹാരം പാചകം ചെയ്ത് കൊന്ന ആടിന്റെ തുകലും ശരീരത്തിൽ പൊതിഞ്ഞ് തൻ്റെ ജ്യേഷ്ഠന്റെ വസ്ത്രവും എടുത്ത് പുതച്ച് അവൻ അപ്പന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു: ഇതാ അപ്പ, അങ്ങയുടെ മകൻ മൂത്ത മകൻ ഏശാവ് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആമേൻ, നീ അടുത്തു വരിക മകനെ. ശബ്ദം ആമേൻ യാക്കോബിൻ്റെത്. ആമേൻ പോലെ എനിക്ക് തോന്നുന്നു, നീ അടുത്തു വാ, ഞാനൊന്ന് നിന്നെ ഒന്ന് തപ്പി നോക്കട്ടെ. തപ്പി നോക്കി വെച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ശരീരം ഏശാവിൻ്റെത്, പക്ഷേ ശബ്ദം യാക്കോബിൻ്റെത്. കണ്ണ് കാണത്തില്ലാത്തപ്പൻ വീണ്ടും അരികിൽ ചേർത്ത് നടത്തി മണപ്പിച്ചു നോക്കി. മണം ഏശാവിൻ്റെ തന്നെ. ഇരു കരങ്ങളും ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചിട്ട് കടന്നുപോയ ദൈവപുരുഷനായ യാക്കോബിന്റെ തൊട്ടു പിന്നാലെ വന്ന ഏശാവ് പൊട്ടിക്കരയുമ്പോൾ, ആമേൻ, യാക്കോബേ, താങ്കൾ വസ്ത്രം കൊണ്ടാണ് അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയത്. നോക്കൂ, ഒരിക്കൽ കണ്ണ് കാണത്തില്ലാത്ത അപ്പനെ പറ്റിച്ച യാക്കോബ് അനുഗ്രഹം വാങ്ങി യാത്രയായെങ്കിലും ഇതാ അതുപോലൊരു ദിവസം സ്വന്തം സ്നേഹിച്ച മോന്റെ വസ്ത്രം കരത്തിലേന്തി നോക്കി നോക്കി അപ്പൻ കരയുകയാണ്. ആമേൻ. ചാക്കുവസ്ത്രം അരയിൽ ചുറ്റിക്കൊണ്ട് നിലവിളിക്കുകയാണ്: എൻ്റെ മകനെ യോസേഫേ. ഇന്ന് രാത്രി മനസ്സിലാക്കൂ, നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും മനുഷ്യനെ മറയ്ക്കാം, മനുഷ്യന്റെ കണ്ണുകളെ മറയ്ക്കാം. എന്നാൽ എൻ്റെയും നിങ്ങളുടെ സകല രഹസ്യങ്ങളെ ഉൾപ്പൂവുകളെ അറിയുന്ന ഒരു സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്നുള്ള ബോധ്യത ഇന്ന് രാത്രി നമുക്കുണ്ടാകണം. ആമേൻ. അതുകൊണ്ടാണ് 139 സങ്കീർത്തനം വ്യക്തമാക്കുന്നത്: നിന്നെ ഒളിച്ച് ഞാൻ എവിടെ പോകും? ഞാൻ ഇരിക്കുന്നത് നിനക്കറിയാം, ഞാൻ കിടക്കുന്നത് അങ്ങേക്കറിയാം, എഴുന്നേൽക്കുന്നത് അങ്ങേക്കറിയാം. അവൻ എൻ്റെ ഇരിപ്പും എഴുന്നേൽപ്പും കിടപ്പും എല്ലാം അങ്ങറിയുന്നു. ഞാൻ അറിയാതെ, അവൻ അങ്ങറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിലില്ല. സകലതും അങ്ങറിയുന്ന ദൈവമാണ്. ഇന്നു രാത്രി ഞാൻ ഒരു കാര്യം അതിൽ നിന്ന് പറയാം: ദൈവത്തെ മറച്ച് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല ദൈവമക്കളെ. മനുഷ്യനെ മറച്ച് പലതും ചെയ്യാം, അപ്പനെ അമ്മയെ മറച്ച് പലതും ചെയ്യാം, കൂട്ട് സഹോദരങ്ങളെ മറച്ച് പലതും ചെയ്യാം, പാസ്റ്ററെ മറച്ച് പലതും ചെയ്യാം. എന്നാൽ
അഗ്നിജ്വാലയ്ക്കത്ത കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. എന്റെ സകല പ്രവൃത്തികളും അവിടുത്തെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിരിക്കുകയാൽ ഇന്ന് രാത്രി നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്ക്, നമ്മുടെ ഇടപെടല് വേറൊരാളിനെ കണ്ണുനീരൊഴിപ്പിക്കുന്നതിനായി മാറാതെ ആമേൻ ദൈവസന്നിധിയിൽ പ്രത്യാശയ്ക്കും പ്രാഗൽഭ്യത്തിനും ആമേൻ ഉചിതമാകുന്നതായി മാറട്ടെ. ക്രിസ്തുയേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവജനം കർത്തൃസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കണമെന്ന് ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തേ. പോരാ, ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, ദൈവത്തിന്റെ ദാസനായ യാക്കോബ് ഈ വസ്ത്രത്തെ കരത്തിലേന്തി പൊട്ടിക്കരയുകയാണ്. അദ്ദേഹം പൊട്ടിക്കരയുക. എന്റെ മോനെ യോസേഫേ, നീ എവിടാ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. ഈ സമയം ദൈവപുരുഷനായ യോസേഫ് കച്ചവടക്കാരുടെ കരത്തിലിരിക്കുക. മിദ്യാന്യ കച്ചവടക്കാർ ആമേ സുഗന്ധപ്പശ, സാമ്പ്രാണി, സന്നിനായകം ഇതൊക്കെ വിൽക്കാനായി മിസ്രൈമിലേക്ക് പോകുന്ന ഈ കച്ചവടക്കാരുടെ കരത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ദൈവപുരുഷനായ യാക്കോബ് സാധാരണക്കാരനല്ല. മരുഭൂമിയിൽ കിടന്നുറങ്ങുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ഭൂമിയിൽ സ്വർഗത്തോളം എത്തുന്ന ഗോവേണിയും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ശബ്ദവും ആമേൻ കാഴ്ചയും ഉന്നതങ്ങളിൽ നിന്ന് കേട്ട ശബ്ദം ആമേൻ ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെ നിന്നെ ഞാൻ കാത്ത് ഈ രാജ്യത്തേക്ക് ഞാൻ നിന്നെ മടക്കി വരുത്തുമെന്ന ആലോചന കിട്ടിയ യാക്കോബ് സാധാരണക്കാരനല്ല. അദ്ദേഹം ദർശനങ്ങളിൽ ശ്രേഷ്ഠനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. റാഹേൽ എന്നവരെ കൂട്ടി ലാബാന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടും കാലം ബേഥേലിലേക്കുള്ള യാത്രാമധ്യ ദൈവിക ശബ്ദം കെട്ടി ഇറങ്ങിയ മനുഷ്യൻ എന്തുകൊണ്ട് യോസേഫ് ഇന്ന് കച്ചവടക്കാരുടെ കയ്യിലാണെന്ന് ദൈവം കാണിച്ചില്ല? ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എന്തുകൊണ്ട് യോസേഫ് കച്ചവടക്കാരുടെ കരത്തിൽ ഒരു കച്ചവട വസ്തുവായി ഇരിക്കുന്നെന്ന് കാണിച്ചില്ല? കാരണം ഇതാണ്, ദൈവത്തിന്റെ ദാസനായ യാക്കോബ് ഈ കാഴ്ച കണ്ടാൽ യോസേഫിനെ സഹോദരന്മാർ വിറ്റതും ആമേൻ കച്ചവടക്കാർ കൊണ്ടുപോകുന്ന വഴിയും ദൈവം യാക്കോബിനെ കാണിച്ചാൽ യാക്കോബ് ഉടനെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ അപ്പൂപ്പന്റെ ഭവനത്തിൽ പണ്ട് ആമേൻ സ്തോത്രം അതീവ ആരോഗ്യവാന്മാരായ 318 കായികാഭ്യാസികൾ ഉണ്ടായിരുന്നു. അവരെയും കൊണ്ടുപോയാണ് ലോത്തിനെയും തൻ്റെ കുടുംബത്തെ രക്ഷിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ 3-ാം തലമുറക്കാരനായ യാക്കോബിന്റെ വീട്ടിൽ 318 അല്ല, അതിന്റെ 7 ഇരട്ടി കായികാഭ്യാസം അറിയാവുന്ന യൗവനക്കാർ ഈ വീട്ടിൽ കാണും. വേണമെങ്കിൽ യോസേഫിനെ ഈ തനിക്ക് ദൈവം കൊടുത്ത ദർശനപ്രകാരം കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് പറയുന്ന വില കൊടുത്തോ അല്ല അവരെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയോ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ദൈവം ദർശനം കാണിച്ചില്ല? അതിനൊരു കാരണമുണ്ട്. പണ്ട് ദൈവപുരുഷനായ അബ്രഹാമിന് ഒരു ദർശനം ദൈവം നൽകിയിട്ടുണ്ട്. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പാർക്കും. അതിനുശേഷം ഞാൻ ആ ജനത്തെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരും. ഒന്നുമില്ലായ്മയിലാണ് അവർ പാർക്കുന്നതെങ്കിലും ബഹു നിക്ഷേപത്തോടെ ഞാൻ അവരെ കൊണ്ടുവരുമെന്നുള്ള പ്രവചനം നടക്കുന്നത് ഈ യോസേഫിൽ കൂടെയാണ് നടക്കേണ്ടിയത്. അതുകൊണ്ട് ദൈവം ഒരു ദർശനം കൊണ്ടോ വെളിപ്പാട് കൊണ്ടോ ആമേൻ യാക്കോബിനോട് ദൈവം സംസാരിച്ചില്ല. ഇന്ന് രാത്രി അതിനകത്തൊന്ന് ദൂത് പറയാം. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് സ്വപ്നം കൊണ്ടോ വെളിപ്പാട് കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ചിലത് നമ്മളെ അറിയിക്കാത്തതിന്റെ പിന്നിൽ ദൈവത്തിന് എന്തോ ചില പദ്ധതിയുണ്ട്. ദൈവം എന്തോ അതിന്റെ പിന്നിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഒരു സ്വപ്നം കൊണ്ടുപോലും ദൈവം എന്നെ അത് കാണിച്ചില്ലല്ലോ. ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന എത്രയോ ദൈവദാസന്മാർ ഞങ്ങളുടെ ഇടയിൽ വന്നു. ഒരു പ്രവാചകന്മാർ പോലും ഈ വിഷയത്തെക്കുറിച്ച് ഒരു ദൂത് പറഞ്ഞില്ലല്ലോ. പ്രിയരെ, ചില കഷ്ടതകൾ ദൈവം അനുവദിച്ചതെങ്കിൽ ആ തിരുക്കരത്തെ തട്ടിമാറ്റി വേറെ ആർക്കുമൊന്നും ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ മറയ്ക്കപ്പെട്ടതിന്റെ പിന്നിൽ എൻ്റെ ദൈവത്തിന് വലിയ വലിയ പ്ലാനുകളുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയാം, ആരൊക്കെയോ കഥ എഴുതിയതിന്റെ പേരിൽ, ആരൊക്കെയോ നിന്ദിച്ചതിന്റെ പേരിൽ, ഒറ്റപ്പെട്ടതിന്റെ പേരിൽ ദൈവമേ എന്തുകൊണ്ട് എന്നെ ആക്കി തീർത്തു, ഇങ്ങനെയൊക്കെ വന്നു ഭവിച്ചു എന്ന് ചിന്താഭാരത്തോടെ ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിലും എൻ്റെ സ്വർഗത്തിലെ അപ്പന് എന്തൊക്കെയോ ചില പദ്ധതികളുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്. ആമേ, ശോധനകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരല്ല എങ്കിലും കഷ്ടതയും ശോധനയും ജീവിതത്തിൽ വരുമ്പോൾ തളരാതെ നിൽക്കുവാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാം, അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ അതുപോലെ എന്നിൽ സംഭവിക്കണം. തിരികിതമല്ലാത്തത് എന്നിൽ ഒന്നും സംഭവിക്കരുതേ. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവപുരുഷനായ യോസേഫിനെ അവർ വിറ്റു. 20 വെള്ളിക്കാശിന് വിറ്റിട്ട് ഒരു കഥ എഴുതി അപ്പനെ സമ്മതിപ്പിച്ചു. അപ്പനോട് പറഞ്ഞത് ഇങ്ങനെയാണ്,
യോസേഫ് ഏതോ മൃഗത്തിന്റെ ഇരയായി മാറി. ഈ സമയം യോസേഫ് കച്ചവടക്കാരുടെ കരത്തിൽ നേരെ പുത്തിപ്പേരുടെ വീട്ടിലെത്തുകയാണ്. ഒരു കച്ചവട ചന്തയിൽ, ഒരു വലിയൊരു പബ്ലിക് മാർക്കറ്റിൽ എത്തുകയാണ്. ഇവിടുന്ന് പൊത്തിപ്പേർ എന്ന ധനാഢ്യനായ മനുഷ്യൻ കച്ചവടക്കാർ ചോദിച്ച വില കൊടുത്ത് ഈ മനുഷ്യനെ വാങ്ങി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ശ്രദ്ധിച്ചേ, ആദ്യമായി ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് വീട്ടിലെ വേല ചെയ്യാൻ ഒരു ദാസനായിട്ടാണ്. ദാസവേല ചെയ്ത ഈ വ്യക്തിയുടെ പ്രവർത്തികൾ നല്ലതെന്ന് കണ്ട് ആ വീട്ടിൽ ഈ മനുഷ്യനെ കാര്യവിചാരകനാക്കി മാറ്റി. കാര്യവിചാരകനായി ഈ മനുഷ്യൻ താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ശ്രേഷ്ഠനാണെന്ന് പൊത്തിഫെറ കണ്ടു. തന്റെ ഓരോ കാഴ്ചപ്പാടുകളും അതിലെല്ലാം നന്മയുണ്ടെന്ന് പൊത്തിഫെറ മനസ്സിലാക്കി. എന്നാൽ ആ വീട്ടിൽ വെച്ച് തന്റെ ഭാര്യ യോസേപ്പിന് വിരോധമായ ഒരു കഥാപുസ്തകം എഴുതി. ആ കഥ തന്റെ ഭർത്താവ് വിശ്വസിച്ചു. ആ കഥ മുഖാന്തരം അദ്ദേഹത്തിന് കിട്ടിയത് കാരാഗൃഹമായിരുന്നു. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഒന്നാമത് സ്വന്തം ഉടപ്പിറപ്പുകൾ കഥ എഴുതിയുണ്ടാക്കി. രണ്ടാമത് ഒരു ധനാഢ്യന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് വിരോധമായി കഥ എഴുതിയുണ്ടാക്കി. എന്നെ ആ ഭാഗത്ത് നിന്ന് ചിന്തിപ്പിച്ച ഒരു ശ്രേഷ്ഠമായ കാര്യം, ആരൊക്കെ കഥ എഴുതിയിട്ടും യോസേഫ് എന്ന ദൈവഭക്തൻ പ്രാപിച്ച ദർശനം അദ്ദേഹത്തിന് മങ്ങിയില്ല. കൃപമേൽ കൃപ പ്രാപിച്ച അദ്ദേഹം കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്പ്പാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് വിപരീതമായി പലരും കഥ എഴുതാം. ആമേൻ. യോസേഫ് എന്ന ദൈവപുരുഷൻ ഇതുവരെ പൊത്തിഫേരുടെ വീട് വരെ സ്വപ്നം കാണുന്ന വ്യക്തിയായിരുന്നു. പൊത്തിഫേരുടെ കരത്തിൽ കിട്ടിയ കഥാപുസ്തകം വായിച്ചിട്ട് അദ്ദേഹം നൽകിയത് യോസേഫിന് കാരാഗൃഹമായിരുന്നു. കാരാഗൃഹത്തിൽ വെച്ച് സ്വപ്നം വ്യാഖ്യാനിക്കാനായി തുടങ്ങി. സ്തോത്രം. ആരോ കഥ എഴുതട്ടെ, കഥാപുസ്തകങ്ങൾ എഴുതട്ടെ, ഒരു ഭക്തനെ സംബന്ധിച്ച് അവന്റെ ആത്മീകം കോട്ടം വരാതെ സൂക്ഷിക്കുന്നതിന് കാരണം അവനെ ജീവിപ്പിക്കുന്ന വചനത്തിന്റെ ശക്തിയാണ്. അതാ യേശു കർത്താവ് അവിടുത്തെ ഗിരിപ്രഭാഷണത്തിന്റെ ഒടുവിൽ മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ. വൻമഴ പോലെ പ്രശ്നങ്ങൾ അവന്റെ മേൽ ചൊരിഞ്ഞു. വൻ കാറ്റ് പെരുങ്കാറ്റടിക്കുന്നത് പോലെ ദിശകളിൽ നിന്ന് പ്രശ്നം അവന്റെ മേൽ അടിച്ചു. വൻ ഒഴുക്ക് പോലെ അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു. എന്നാൽ അവൻ പാറമേൽ പണിതവനായതുകൊണ്ട് അവൻ വീണുപോയില്ല. ആ വാക്യം ഇങ്ങനെയാണ്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു, ആ വീട് വീണില്ല. ശ്രദ്ധിച്ചേ, വൻമഴ ചൊരിയുന്നത് മുകളിൽ നിന്ന് അതിശക്തിയോടെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുക. പെരുങ്കാറ്റ് ദിശകളിൽ നിന്ന് ജീവിതത്തിന് നേരെ ഒന്നിനു പുറകെ ഒന്നായി ഒന്നു തീരുമ്പോൾ അടുത്ത പ്രശ്നം എന്ന കണക്കിന് വീശിക്കൊണ്ടിരിക്കുക. ഇനി നദികൾ ഒഴുകുന്നത് പോലെ പ്രശ്നം. നമുക്കറിയാം, ഒഴുക്ക് വെള്ളത്തിൽ ചവിട്ടി നിന്നാൽ നമ്മൾ എവിടെയോ ദിശ മാറി പോകുന്നത് പോലെ നമുക്ക് തോന്നും. ഇതുപോലെ പ്രശ്നങ്ങൾ നമ്മളെ ഒഴുക്കിക്കൊണ്ടു പോകത്തക്ക രീതിയിൽ വന്നാലും അകത്ത് വചനമുള്ളവൻ തകർന്നു പോകില്ല. അവൻ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ അവൻ നിൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് അവർക്ക് വാഗ്ദത്തം ചെയ്ത കിരീടം അവർ പ്രാപിപ്പാനിടയാകും. പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും കൃപ പ്രാപിച്ച മനുഷ്യൻ ഒരിടത്തും തളർന്നു പോകുന്നില്ല. ആരെല്ലാം കഥ എഴുതിയാലും, ആരെല്ലാം കഥാപുസ്തകങ്ങൾ തയ്യാറാക്കിയാലും, നീ ചെയ്യാത്തത് ചെയ്തെന്നും അറിയാത്തത് അറിഞ്ഞെന്നും കാണാത്തത് കണ്ടെന്നും പറഞ്ഞ് എത്ര പുസ്തകങ്ങൾ ഇവിടെ എഴുതി ഉണ്ടാക്കിയാലും കൃപ പ്രാപിച്ച ദൈവജനം കുലുങ്ങിപ്പോകയില്ല. അവൻ ഉറച്ചു നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി അവൻ കാണാനിടയാകും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞത്, യഹോവേ, ഞങ്ങളെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ. ഞങ്ങളെ പകച്ചവർ അനേകരുണ്ട്. പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം ഞങ്ങൾക്ക് തരണം. ഞാൻ പറയട്ടെ പ്രിയരെ, മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയ കഥകളെ ജയിച്ചതുകൊണ്ടാണ് ദൈവപുരുഷനായ മനുഷ്യൻ, ആമേൻ, പൊത്തിപ്പേരുടെ വീടിനെ തരണം ചെയ്ത്
ദൈവം തന്നെ ആക്കി വെച്ച ദൗത്യത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. പൊത്തിപ്പേരുടെ ഭവനം ഓഫർ ചെയ്ത നന്മകൾക്ക് വേണ്ടി ദൈവിക പദ്ധതിയെ മറന്നിരുന്നുവെങ്കിൽ ദൈവിക വാഗ്ദത്തത്തിന്റെ പൂർണ്ണത അദ്ദേഹത്തിന് പ്രാപിക്കാൻ കഴിയില്ലായിരുന്നു. ജീവിതത്തിന്റെ യാത്രയിൽ ദൈവം നമ്മുടെ മേൽ വെച്ച വാഗ്ദത്തങ്ങൾ നിറവേറാതിരിപ്പാൻ പൈശാചികം തന്ത്രപരമായി ജീവിതത്തിന് നേരെ വരുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ജയിക്കുന്നവനാണ് ആത്മീകൻ. ഹല്ലേലൂയ. അതിനെ തരണം ചെയ്തു. അടുത്ത അദ്ദേഹം ചെല്ലുന്നത് നേരെ രാജകൊട്ടാരത്തിലേക്കാണ്. ശ്രദ്ധിക്കൂ, രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു. 17ാമത്തെ വയസ്സിൽ സഹോദരന്മാർ വിറ്റു. 30ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊട്ടാരത്തിലെത്തി. ശ്രദ്ധിക്കണം, ഈ ഭാഗം ഞാൻ വായിച്ച് ഈ ഭാഗങ്ങൾ ഞാൻ പഠിക്കുമ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു സന്ദേശം ഇതാണ്. യോസേഫ് തന്റെ ജീവിതത്തിലെ യാത്രയിൽ ധരിച്ച 8 വിധ വസ്ത്രം, 8 ജോഡി വസ്ത്രമല്ല, സാഹചര്യം അദ്ദേഹത്തെ ഉടുപ്പിച്ച 8 തര വസ്ത്രം. ഒന്നാമത്തേത്, ഇടയ കുടുംബമായതിനാൽ അദ്ദേഹം ധരിച്ച വസ്ത്രം ഇടയവേഷം, ഇടയ വസ്ത്രം. 2, അപ്പൻ ആഴമായി ഈ മകനെ സ്നേഹിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് തയ്പ്പിച്ചു കൊടുത്ത വർണ്ണപ്പകിട്ടാർന്ന ഒരു നിലയങ്കി. 3ാമത്തെ വസ്ത്രം, സഹോദരന്മാർ 20 വെള്ളിക്കാശിന് വിലപേശി അദ്ദേഹത്തെ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റപ്പോൾ കച്ചവടക്കാർ അദ്ദേഹത്തെ ഉടുപ്പിച്ച അടിമ വസ്ത്രം. ഇദ്ദേഹം ഒരു അടിമയായി, കൈകൾ രണ്ടും ബന്ധിക്കപ്പെട്ടവനായി, അനേക അടിമകളുടെ കൂട്ടത്തിൽ അടിമക്കച്ചവടം നടക്കുന്ന ആ കാലത്ത് സന്നിനായകം, സുഗന്ധപ്പച്ച, സാമ്പ്രാണി ഇവ വിൽക്കുവാൻ മിസ്രൈമ്യ കമ്പോളത്തിലേക്ക് കടന്നു പോകുന്ന ഇവരോടൊപ്പം ഒരടിമയായി അടിമവേഷം ധരിച്ച് യാത്ര ചെയ്യുന്ന യോസേഫ് ഇനി പബ്ലിക് മാർക്കറ്റിൽ അദ്ദേഹത്തെ കൊണ്ടുചെന്നു. അവിടെ ലേലം വിളിക്കുകയാണ്. പൊത്തിഫേറ ഒരു അടിമയെ വാങ്ങുവാൻ ഇവിടെ എത്തി. ഒരു അടിമയെ ഒരു തൂണിൽ കെട്ടി നിർത്തിയിരിക്കുക. യോസേഫിന്റെ കോമളത്വവും സൗന്ദര്യവും ഭംഗിയും കണ്ട് ആ കച്ചവടക്കാർ പറഞ്ഞ വില കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അടിമത്വ വസ്ത്രം മാറ്റി അദ്ദേഹം ഒരു വേഷം അദ്ദേഹത്തിന് നൽകി. അതാണ് ദാസവസ്ത്രം. ആ വീട്ടിലെ ദാസനായി നിൽക്കേണ്ടതിന് അദ്ദേഹത്തെ ഒരു ദാസവസ്ത്രം ധരിപ്പിച്ചു. ഒരു ദാസനായി ആ വീട്ടിൽ വേല നോക്കി വരുന്ന കാലം അദ്ദേഹത്തിന്റെ ഓരോ കാഴ്ചപ്പാടിലും അനുഗ്രഹം. ആവർത്തന പുസ്തകം 28ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സകല വചനങ്ങളെയും പ്രമാണിച്ച് നടക്കുന്നവനിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിൽ ചിലത്, നീ അകത്തു വരുമ്പോൾ അനുഗ്രഹം, നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹം, നിന്റെ കൃഷിയിടത്തിൽ ചെന്നാൽ അവിടെ അനുഗ്രഹം, മൃഗസമ്പത്തിനെ നീ വളർത്തിയാൽ അവിടെ അനുഗ്രഹം, നീ അടുക്കളയിൽ ചെന്നാൽ മാവ് കുടയ്ക്കുന്ന തൊട്ടിയിൽ അനുഗ്രഹം, നീ എന്തിലെല്ലാം തൊടുന്നുവോ അതിലെല്ലാം നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവപുരുഷനായ യോസേഫ് കാൽ ചവിട്ടിയിടമെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. തന്റെ പ്രവൃത്തികളെല്ലാം ആശീർവദിക്കപ്പെടാൻ തുടങ്ങി. യജമാനൻ തന്റെ നല്ല പ്രവൃത്തി കണ്ടിട്ട് തന്റെ ദാസവേഷം മാറ്റി അദ്ദേഹത്തിന് അടുത്തൊരു വേഷം നൽകി. അതാണ് കാര്യവിചാരക വസ്ത്രം. കാര്യവിചാരക വസ്ത്രം ധരിച്ച് ഈ വീട്ടിൽ പാർക്കുമ്പോഴാണ് തന്റെ ഭാര്യ, പൊത്തിഫേറയുടെ ഭാര്യ, തനിക്ക് വിരോധമായി കഥ എഴുതിയത്. ഈ കഥയുടെ മുമ്പിൽ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. യജമാനായ പൊത്തിഫേറ മുമ്പും പിൻപും നോക്കിയില്ല. വളരെ ദേഷ്യത്തോടെ ഇദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലിൽ അടച്ചു. ജയിലിൽ ചെന്നപ്പോൾ അവിടെ കിട്ടി കാര്യവിചാരക വസ്ത്രം മാറ്റിയിട്ട് ജയിൽ പുള്ളിയുടെ വസ്ത്രം. ഇന്നത്തെ കണക്കിന് പറഞ്ഞാൽ നമ്പരിട്ട ഒരു വസ്ത്രം. ഈ വസ്ത്രം ധരിച്ച് ഈ കാരാഗൃഹത്തിൽ കഴിയുമ്പോഴാണ് കഥ എഴുതിയവർ പലരും അവിടെ ഉണ്ടെങ്കിലും കഥകളെ മറന്നിട്ട് ദൈവമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്താൻ തുടങ്ങി. തിരുവെഴുത്തലാണ് പഠിപ്പിക്കുന്നത്, കാരാഗൃഹത്തിലും യഹോവ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഇന്നു രാത്രി ഞാൻ പറയാം, പ്രശ്നം എത്ര ഭയങ്കരമായാലും നമ്മെ ഓമന പേരിൽ വിളിച്ച നാഥൻ കൂടെ ഉണ്ടെങ്കിൽ അതിനോളം വേറെ ഒന്നുമില്ല പ്രിയരെ. ഹല്ലേലൂയ. ആരെല്ലാം കഥ എഴുതിയാലും, ആരെല്ലാം നിന്നെ തിരസ്കരിച്ചാലും, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരിടത്തും തോറ്റുപോകത്തില്ല, ജയാളിയായി മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ദൈവ പുരുഷനായ ഏദോം രാജ്യത്തിന്റെ രാജാവായ അധിക ശാസ്ത്ര രംഗത്തിൽ ശ്രേഷ്ഠനായി മാറിയ
ഉന്നതനും ശ്രേഷ്ഠനുമായി വിളങ്ങിയ ഇയ്യോബ് എന്ന ഭക്തൻ, ആമേൻ, 7000 ആടും 3000 ഒട്ടകവും 500 ജോഡി കളയും 500 പെൺകഴുതകളും അനവധി ദാസജനങ്ങളും ആരോഗ്യമുള്ള 7 ആൺമക്കളും സൗന്ദര്യവതികളായ 3 പെൺമക്കളും ശാസ്ത്രരംഗത്ത് ഏറ്റവും ഉന്നതമായ മകുടം ചാർത്തിയ ശ്രേഷ്ഠനായ മനുഷ്യനായ ഇയ്യോബ് തന്റെ കഷ്ടതയിൽ താൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. ഇയ്യോബിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും എണ്ണമറ്റ അത്ഭുതങ്ങളും അവൻ ചെയ്യുന്നു. അവൻ എൻ്റെ അരികിൽ കൂടെ കടന്നു പോകുന്നു, ഞാൻ കാണുന്നില്ല. അവൻ കടന്നു പോകുന്നു, ഞാൻ അറിയുന്നില്ല. കഷ്ടതയാണ് ജീവിതമെങ്കിലും എൻ്റെ നാഥൻ എന്നെ വിട്ട് പോയിട്ടില്ല. അവൻ എന്നോടൊപ്പമുണ്ട്. ഞാൻ കാണുന്നില്ലെങ്കിലും അവിടുന്ന് എൻ്റെ അടുക്കലുണ്ട്. ഞാൻ അറിയുന്നില്ലെങ്കിലും എൻ്റെ വലങ്കരത്തിന് അവൻ പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങളെ, വേദനകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ, ഇന്ന് രാത്രി ദൈവാത്മ നിറവോടും ദൈവശക്തിയോടും ദൈവത്തിലുള്ള വിശ്വാസത്തോടും ഞാൻ വിളിച്ചു പറയുന്നു, നമ്മളുടെ വീണ്ടെടുപ്പുകാരനായ നാഥൻ കഷ്ടതയിൽ കളഞ്ഞിട്ട് പോകുന്നവനല്ല. നീ അവനെ കണ്ടില്ലെങ്കിലും നിന്റെ അരികിൽ കൂടെ അവൻ നടക്കുന്നുണ്ട്. നീ അറിഞ്ഞില്ലെങ്കിലും നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. നീ ഉറങ്ങുമ്പോൾ നിന്നോടൊപ്പം അവനുണ്ട്. നീ എഴുന്നേൽക്കുമ്പോൾ നിന്നോടൊപ്പം അവനുണ്ട്. നമ്മെ അവിടുന്ന് തനിച്ചാക്കിയിട്ടില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? എൻ്റെ ദൈവം ഒറ്റയ്ക്ക് വിട്ടിട്ടില്ലെന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാൻ പറയട്ടെ പ്രിയരെ, നമ്പരിട്ട വസ്ത്രവുമായി ഈ കാരാഗൃഹത്തിന്റെ ഉള്ളറയിൽ കഴിയുമ്പോഴാണ് 2 പേർ സ്വപ്ന വ്യാഖ്യാനത്തിന് വേണ്ടി യോസേഫിന്റെ അടുക്കൽ വരുന്നത്. അവൻ ഒരാൾ ഫറവോന്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകൻ, മറ്റൊരാൾ അപ്പക്കാരുടെ പ്രമാണി. 2 പേരുടെ സ്വപ്നം അദ്ദേഹം വ്യാഖ്യാനിച്ചു. എന്നിട്ടൊരു വാക്ക് പറഞ്ഞ് ഇങ്ങനെയാണ്, ഞാനൊരു കുറ്റവും ചെയ്തിട്ടല്ല ഇവിടെ വന്നത്. എബ്രായ ദേശത്ത് നിന്ന് എന്നെ കട്ടുകൊണ്ട് വന്നതാണ്. കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ പറയണം. വാസ്തവത്തിൽ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കൊട്ടാരത്തിൽ അവർ ചെന്നു. ഒരാൾ ആമേൻ മരണം കൈവരിച്ചു, മറ്റേയാൾ പാനപാത്രവാഹകൻ ശുശ്രൂഷയ്ക്കായി അദ്ദേഹത്തെ നിയമിച്ചു. പക്ഷേ യോസേഫിനെ അദ്ദേഹം മറന്നു. ആമേൻ. നമ്മൾ പ്രസംഗിക്കുന്ന അനേക കഥാപുസ്തകങ്ങൾ എഴുതപ്പെട്ട കഥാനായകനെ ഇദ്ദേഹം മറന്നുപോയി. സ്തോത്രം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യൻ മറന്നപ്പോൾ മിസ്രൈം രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഫറവോന്റെ കണ്ണിലൊരു സ്വപ്നം കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മൾ സഹായിച്ചവരും നമ്മളോടൊപ്പം നിന്നവരും നമ്മൾ നുറുക്കിക്കൊടുത്തത് വാങ്ങിക്കഴിച്ചവരും മറന്നാലും നമ്മെ വിളിച്ച നാഥൻ മറക്കുന്നവനല്ല. ഒരാൾ മറന്നാൽ മറ്റൊരാളിലൂടെ നമ്മുടെ കാര്യത്തെ നടപ്പാക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഒരു പാനപാത്രവാഹകൻ മറന്നാൽ മിസ്രൈമിലെ രാജാവിന് സ്വപ്നം കൊടുക്കാൻ കഴിവുള്ളവനാ നമ്മുടെ ദൈവമെന്ന് രാത്രി. ആമേൻ. നിങ്ങൾ മറക്കാതിരിക്കുക. ലോകം മറക്കും, സഹോദര ബന്ധങ്ങൾ മറക്കും, സ്നേഹബന്ധങ്ങൾ മറക്കും, എങ്കിലും മറക്കാതെ കൂടെ ഇരിക്കുന്ന ഒരു നാഥൻ ഇന്ന് രാത്രി നമ്മോടുകൂടെ. ഫറവോ രാജാവ് സ്വപ്നം കാണുകയാണ്. നമുക്കറിയാം അദ്ദേഹങ്ങളുടെ സ്വപ്നം എന്താ? നദീതീരത്തുനിന്ന് കയറി വരുന്ന 7 തടിച്ചു കൊഴുത്ത പശുക്കൾ, തൊട്ടു പിന്നാലെ കയറി വന്ന മെലിഞ്ഞ് സൂക്ഷിച്ച 7 പശുക്കൾ തടിച്ചതിനെ 7നെയും വിഴുങ്ങിക്കളഞ്ഞു. അടുത്ത് കണ്ട സ്വപ്നം, നദീതീരത്തുനിന്ന് ഉയർന്നു വന്ന നിറം മണികളുള്ള 7 കതിരുകൾ, തൊട്ടു പിന്നാലെ കയറി വന്നത് ആമേൻ കാറ്റുകൊണ്ട്, കിഴക്കൻ കാറ്റുകൊണ്ട് ആമേൻ കതിര് പതിരായി മാറിയ ആമേൻ 7 പതിരുകൾ നിറഞ്ഞതായ കതിരുകൾ. അത് പൊങ്ങി വന്നു, മറ്റേതിനെ വിഴുങ്ങിക്കളഞ്ഞു. ഈ സ്വപ്നം മന്ത്രവാദികളും ആഭിചാരകന്മാരും ശകുനവാദികളും ലക്ഷണക്കാരും ആമേൻ ധാരാളമുള്ള മിസ്രൈമിൽ എല്ലാ മന്ത്രവാദികളെയും ശകുനവാദികളെയും ആഭിചാരകന്മാരെയും ലക്ഷണക്കാരെയും വിളിച്ചു വരുത്തിയിട്ട് ഈ സംഭവം, ഈ സ്വപ്നം പറഞ്ഞെങ്കിലും ഒറ്റ മനുഷ്യന് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവര് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് പറ്റില്ല, ദിവ്യാത്മാവുള്ള ആർക്കെങ്കിലും പറ്റത്തുള്ളൂ, ദിവ്യന്മാർക്ക് മാത്രമേ പറ്റൂ. അപ്പോഴാ ആമേൻ പാനപാത്രവാഹകന്റെ മനസ്സിൽ ഓർമ്മ വന്നത് കാരാഗൃഹത്തിന്റെ ഉള്ളിൽ കിടന്ന യോസേഫിനെ. അവിടെ പറയാനിടയായി. ഞാൻ പറയട്ടെ, ചിലരൊക്കെ ചിലയിടത്ത് നമ്മളെ മറക്കുന്നത് നന്മയ്ക്കാണ്, തിന്മയ്ക്കല്ല. ഹല്ലേലൂയ. ചിലരൊക്കെ നമ്മളെ വിട്ടുപിരിയുന്നത് നന്മയ്ക്കാ. ചില സ്നേഹബന്ധങ്ങൾ അകന്നു പോകുന്നത് നന്മയ്ക്കാ. ചിലർ നമ്മളെ അറിയത്തില്ലെന്ന് പറഞ്ഞത് നന്മയ്ക്കാ. ഇന്ന് രാത്രി ഞാൻ പറയാം പ്രിയരെ, അന്ന് യോസേഫിനെ കുറിച്ച് പറഞ്ഞു. അന്ന് ഫറവോ രാജാവ് തന്റെ സൈന്യത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ ചിലരെ അങ്ങോട്ട് അയച്ചു.
എന്തിന്? യോസേഫിനെ കൊണ്ടുവരാൻ. ശ്രദ്ധിക്കൂ, യോസേഫിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമ്പരിട്ട വസ്ത്രവും കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ വായിക്കുന്നു, യോസേഫിനെ ക്ഷൗരം ചെയ്യിച്ചു, അദ്ദേഹത്തിന്റെ വസ്ത്രം മാറി, അടുത്തൊരു വസ്ത്രം ധരിപ്പിച്ചു. ആ വസ്ത്രം രാജസദസ്സിൽ നിൽക്കുവാൻ യോഗ്യമായ വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വസ്ത്രം ധരിപ്പിച്ച് രാജസദസ്സിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് നിർത്തി. രാജസദസ്സിൽ സ്വപ്നം പറഞ്ഞു. രാജാവിനോട് അദ്ദേഹം മറുപടി പറഞ്ഞു, രാജാവേ, സ്വപ്നം 2 വട്ടം കണ്ടതോ? സംഭവം വേഗത്തിൽ നടക്കേണ്ടതാകുന്നു. വ്യാഖ്യാനിക്കാൻ തുടങ്ങി. വരാനിരിക്കുന്ന 7 വർഷത്തെ സമൃദ്ധിയുടെ കാലം. ഈ കാലത്ത് ആമേൻ ഇവിടുത്തെ ഭണ്ഡാരശാലകളെല്ലാം പൊളിച്ച് അതിനകത്ത് സമ്പൽ സമൃദ്ധിയാകും വണ്ണം അതിനകത്ത് എല്ലാ ധാന്യങ്ങളും നിറച്ചുകൊള്ളണം. തുടർമാനം വരുന്ന 7 വർഷം, ഈ 7 വർഷത്തെ സമ്പൽ സമൃദ്ധി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന 7 വർഷം ക്ഷാമമാണ്. സർവ്വ രാജ്യങ്ങളെയും അത് ബാധിക്കും, ലോകമൊട്ടാകെ അത് ബാധിക്കും. അന്നാളിൽ സർവ്വ രാജ്യങ്ങളെയും പിടിച്ചു നിർത്തണമെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ സ്വരൂപിക്കുന്ന ധാന്യം മതിയാകും. 7 വർഷം കൊണ്ട് ഭണ്ഡാരശാലകൾ പൊളിച്ചു പണിത് അതിനകത്ത് ധാന്യം കൂമ്പാരമായി കൂട്ടിവെച്ചാൽ വരുന്ന 7 വർഷത്തേക്ക് സകല രാജ്യങ്ങളെ നമുക്ക് പിടിച്ചു നിർത്താം. മാത്രമല്ല ആമേൻ, ആവശ്യം പോലെ പണം നമുക്ക് സമ്പാദിക്കാം, രാജ്യങ്ങളെ വിലയ്ക്ക് വാങ്ങാം. രാജാവ് തന്റെ മഹിമാസനത്തിൽ നിന്ന് സിംഹാസനത്തിൽ ചാടി എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്ന മുദ്രാമോതിരമൂരി അവൻ യോസേഫിനെ ധരിപ്പിച്ചു, സരപ്പളി കഴുത്തിലിട്ടു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ആമേൻ, മേൽത്തരമായി അങ്കി കൊണ്ടുവന്നവനെ ധരിപ്പിക്ക്. ആമേൻ, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ രാജാവായിരിക്കും. ഇന്നു മുതൽ ഈ രാജ്യത്തിന്റെ 2ാമൻ ഈ മനുഷ്യനായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അന്ന് കിട്ടിയ വസ്ത്രമാണ് മേൽത്തരമായ രാജകീയ വസ്ത്രം. നോക്കൂ, ആമേൻ, നീണ്ട 13 വർഷം, 17ാമത്തെ വയസ്സ് മുതൽ 30ാമത്തെ വയസ്സ് വരെ 13 വർഷത്തെ നീണ്ട കഷ്ടത. പലരും കഥ എഴുതി ഉണ്ടാക്കിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ യോസേഫ് ധരിച്ച 8 വിധ വസ്ത്രം. 1 ഇടയവേഷം, 2 അപ്പൻ സ്നേഹിച്ച് ലാളിച്ച് തയ്പ്പിച്ച് നൽകിയ നിലയങ്കി, 3 അടിമ വസ്ത്രം, 4 ദാസവസ്ത്രം, 5 കാര്യവിചാരക വസ്ത്രം, 6 കാരാഗ്രഹ വസ്ത്രം, 7 അമേ രാജസദസ്സിൽ നിൽക്കുവാൻ യോഗ്യമായ വസ്ത്രം, 8 രാജകീയ വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 8 വിധ സാഹചര്യങ്ങൾ, 8 വിധ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് ദാനം ചെയ്തു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെയും സാഹചര്യങ്ങൾ നമ്മളെ ഉടുപ്പിച്ച എത്രയോ വസ്ത്രങ്ങളില്ലേ? ഇല്ലേ? പുറകിലോട്ടൊന്ന് തിരിഞ്ഞുവാ. ചാണകം മെഴുകിയ തറയിൽ കിടന്ന് ഉറങ്ങിയത് മുതൽ ഇന്ന് ചോരാത്ത വീട്ടിൽ പാർക്കുന്ന ഇടം വരെ, നല്ല ചെരുപ്പില്ലാതെ നടന്ന കാലം മുതൽ ഇന്ന് നല്ല ചെരുപ്പിടാൻ ഭാഗ്യം ലഭിച്ച കാലം വരെ, ആമേൻ, കിലോമീറ്ററുകൾ കാൽനട യാത്രക്കാരായ നമുക്ക് ദൈവം നമ്മളെ സ്നേഹിച്ച് നൽകിയ അവിടുത്തെ കൃപാകടാക്ഷത്താൽ തന്ന ആമേൻ വാഹനങ്ങൾ ഉൾപ്പെടെ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്. നടന്നു വന്ന വഴികൾ, ധരിച്ച വസ്ത്രങ്ങൾ, ആമേൻ, നടന്നുപോയ പാതകൾ, ഒരു നേരത്തെ വിശപ്പിന് വേണ്ടി അലയിറയിട്ടതും, ഒരു ഫംഗ്ഷന് പോകാൻ ഇരവ വാങ്ങി ഉടുത്ത വസ്ത്രവും, കടം മേടിച്ചുടുത്ത കാലം, നല്ല ആഹാരം വിളമ്പാനില്ലാതെ കഷ്ടപ്പെട്ട കാലം, മക്കൾക്ക് നല്ല ആമേൻ ഭക്ഷണം കൊടുക്കുവാനില്ലാതെ കരഞ്ഞപ്പോൾ മാറിയിരുന്ന് ഞാനൊരു അപ്പനോ എന്ന് ചോദിച്ച് നിലവിളിച്ച കാലം, ആമേൻ, മാറിയെന്ന് കരഞ്ഞ കാലം. പുറകിലോട്ടൊന്ന് ചിന്തിച്ചു നോക്ക് പ്രിയരെ. ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ എത്രയോ ശ്രേഷ്ഠം. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളെ ഓർത്താൽ നന്ദി പറയാതിരിപ്പാൻ കഴിയുമോ? കൂട്ടുകാർ പരമായി എന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് ഇന്നയോളം നമ്മളെ ദൈവം നിർത്തിയ വിധങ്ങളെ ഓർത്താൽ നന്ദി പറയാതിരിപ്പാൻ കഴിയുമോ? അവിടെ നമ്മളെ കരുതിയ കരുതലുകളെ ഓർത്താൽ, പരിപാലിച്ച വിധങ്ങളെ ഓർത്താൽ, ആ ശ്രേഷ്ഠതയെ ഓർത്താൽ ഇന്നു രാത്രി എത്ര പേർക്ക് നന്ദി പറയാൻ കഴിയും? ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് നമ്മൾ താമസിക്കുന്ന വലിയ വീട് ചുറ്റുപാടുമുള്ളവർക്ക് അറിയാവൂ. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന വലിയ കാറ് ചുറ്റുപാടുമുള്ളവർക്ക് അറിയാവൂ. ഇതിന്റെ പിന്നിലെ ചരിത്രം ആർക്കും അറിയില്ല. ഒരു നേരത്തെ ആഹാരമില്ലാതിരുന്നപ്പോഴും നമ്മുടെ അമ്മമാർ അടുപ്പത്ത് കഴുകി അരി ഇടുന്നതിന് മുമ്പ് ഒരു പിടി അരി മാറ്റി വെച്ചിട്ട്
പെയ്ത്തോമിൽ കൊണ്ടുപോയി കൊടുക്കാൻ പേപ്പറിൽ അവർ പൊതിഞ്ഞു വെച്ച കാലം. ബാക്കി അരിയെടുത്ത് കഴുകി അടുപ്പത്തിടുമ്പോൾ അവൻ 8ഉം 10ഉം മക്കളുള്ള വീട്ടിൽ അപ്പാ ഇത് വിളമ്പാൻ തികയണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ അമ്മമാരുടെ കരച്ചിലാ നമ്മൾ ഇന്ന് താമസിക്കുന്ന വലിയ വീട്. കഷ്ടപ്പെട്ട അനേക ദൈവദാസന്മാരെ എനിക്കറിയാം. ആമേൻ. സുവിശേഷ വേല ഈ ട്രാക്ട് വിതരണത്തിന് പോയെടുത്ത് ചക്കക്കുരു പോലും ചുട്ടു തിന്നാനില്ലാതിരുന്നവരും, ആമേൻ, കപ്പ മേടിച്ച് അടുപ്പത്തിട്ട് ചുട്ട് അത് അവരും കഴിച്ച് മക്കൾക്കും കൊടുത്ത് വിശപ്പടക്കിയവരും ഇന്ന് സ്വർഗത്തിലെ ദൈവങ്ങളുടെ സ്ഥിതികളെ മാറ്റി വിദ്യാഭ്യാസ മേഖലയിൽ അവരെ ഉയർത്തി. കാരണം നിന്നെ പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി തന്ന അടയാളമാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഞങ്ങൾ ആരും പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കുന്നവരല്ല. പിന്നെ ഞങ്ങൾ പറയുന്നത് കഷ്ടപ്പെട്ട നാളുകളെ എണ്ണി, ആമേൻ, അനുഭവിച്ച വേദനകളെ എണ്ണി, സഹിച്ച കണ്ണുനീർ തുള്ളികളെ എണ്ണി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ പറയും, ഞങ്ങളുടെ ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയരെ, ആമേൻ, ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ അകത്ത് ആത്മീയതയുടെ ചൂടുണ്ട്. ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ ഞങ്ങൾ പ്രശംസിക്കുന്നില്ല, അതിൽ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണ് നട്ടിരിക്കുന്നുമില്ല. കാരണം തിരുവെടുത്ത് പറയുന്നു, മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ കിട്ടും. ഏതൊക്കെ? തിന്നാനും കുടിക്കാനും ഉടുക്കാനുമുള്ള നിനക്ക് തരാമെന്ന് വാക്കു പറഞ്ഞ ഒരു നാഥനെയാ നമ്മൾ സേവിക്കുന്നത്. ഞാൻ പലപ്പോഴും അതുകൊണ്ട് പറയാറുണ്ട്, ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിലേക്ക് കൊണ്ടുപോകാൻ വിളിച്ചത് മന്ന തരാമെന്ന് പറഞ്ഞല്ല, കാടപ്പക്ഷി തരാമെന്ന് പറഞ്ഞല്ല, തീക്കൽപ്പാറയിലെ വെള്ളം തരാമെന്ന് പറഞ്ഞല്ല, ആമേൻ, ഞങ്ങൾ നിങ്ങളുടെ ചെരുപ്പ് തേയാതെ സൂക്ഷിച്ചോളാമെന്ന് പറഞ്ഞല്ല, ആമേൻ, പിന്നെ കാല് വീങ്ങാതെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞല്ല, ആമേൻ, പഴകാത്ത വസ്ത്രം തരാമെന്ന് പറഞ്ഞല്ല. ദൈവം വിളിച്ചത് പാലും തേനും ഒഴുകുന്ന കനാൻ നിങ്ങൾക്ക് ഞാൻ തരും. കനാനിൽ എത്തും വരെ മന്ന ഗിഫ്റ്റാണ്, കാടപ്പക്ഷി ഗിഫ്റ്റാണ്, തീക്കൽപ്പാറയിലെ വെള്ളം ഗിഫ്റ്റാണ്, ആമേൻ, തേയാത്ത ചെരുപ്പും പഴകാത്ത തുണിയും ഗിഫ്റ്റാണ്. ഇന്നു രാത്രി ഞാൻ പറയാം, വീട് നമ്മുടെ, ആമേൻ, വാഗ്ദത്തത്തിന്റെ ഭാഗം മാത്രം, വാഗ്ദത്വമല്ല. കിട്ടിയ വാഹനവും ജോലിയും വാഗ്ദത്തമല്ല, അത് വാഗ്ദത്തത്തിന്റെ ഭാഗമാ. പിന്നെ എന്താ വാഗ്ദത്തം? ആമേൻ. യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യം വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിൽ വിശ്വസിപ്പീൻ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, എന്റെ പിതാവിന്റെ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുക. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് ചേർത്തുകൊള്ളുമെന്ന മഹിമയുടെ നാടാണ് ഞങ്ങളുടെ പ്രത്യാശ. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഞങ്ങൾ ചോരാത്ത വീട്ടിൽ പാർക്കുന്നു ചോദിച്ചാൽ, ആ പ്രത്യാശ നാടിലെത്തും വരെ, അല്ലെങ്കിൽ മരണം ഞങ്ങളെ വേർതിരിക്കും വരെ വാഗ്ദത്തത്തിന്റെ ഭാഗമാണ് ഇന്ന് അനുഭവിക്കുന്ന നന്മ. ഹല്ലേലൂയ. ഞങ്ങൾ വീടിന് വേണ്ടിയോ കാറിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടി ഇറങ്ങിയവരല്ല, പിന്നെയോ എന്നേക്കും നിലനിൽക്കുന്ന നിത്യതയുടെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങിയവരാ. അവിടെ എത്തുവോളം ആമേ തരാമെന്ന് പറഞ്ഞ നന്മകൾ ഇവിടെ അനുഭവിക്കുന്നേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യോസേപ്പിനെ പോലെ അനുഭവം കൊണ്ട് എത്രയോ വസ്ത്രമുടുത്തവരല്ലേ നമ്മൾ. സ്വർഗത്തിലെ ദൈവം കറതിരുത്തുന്ന ദൈവമാ. പരിഹസിക്കപ്പെട്ടവരുടെ ഇടയിൽ, വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടവരുടെ ഇടയിൽ, ആമേൻ, ഒറ്റപ്പെടുത്തിയവരുടെ ഇടയിൽ നിങ്ങളെയും നിങ്ങളുടെയും മക്കളെയും മാനിക്കുക എന്നത് ദൈവത്തിന്റെ നീതിയാ. സ്തോത്രം. നോക്കിക്കേ, ദൈവപുരുഷനായ യോസേഫ് 8 തര വസ്ത്രങ്ങൾ മാറി ഉടുത്തു. അങ്ങനെ വീണ്ടും കഴിഞ്ഞു പോകുന്നു 14 വർഷം. ആമേൻ. 17-ാമത്തെ വയസ്സിൽ കഷ്ടത തുടങ്ങിയതാ. ഹല്ലേലൂയ. ആമേൻ. തുടർന്ന് 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഫറവോ രാജാവിന്റെ മുമ്പിലെത്തി. വീണ്ടും നോക്കിക്കേ, ആമേൻ, 7 വർഷ സമൃദ്ധിയുടെ കാലം. അപ്പോൾ 13 7 20 വർഷം. അടുത്ത് ക്ഷാമം ആരംഭിക്കുകയാണ്. ക്ഷാമം ആരംഭിച്ച് 2 വർഷമായി. 2 വർഷമായപ്പോൾ കനാലിലും ക്ഷാമം വന്നു. കനാൻ ദേശത്തിലും ക്ഷാമമുണ്ടായി. ഈ കനാലിലും ക്ഷാമം വന്ന സമയത്ത്, ആമേൻ, യോസേഫിന്റെ സഹോദരന്മാരോട് അപ്പം പറഞ്ഞു, മക്കളെ, മിസ്രൈമിൽ ഇപ്പോൾ ഒരു നല്ല മന്ത്രി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര ദർശനമുള്ള ആളാ, ഭയങ്കര വിവേചനപരമുള്ള ഒരാളാ. അദ്ദേഹം എന്തോ സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ച നിമിത്തം മിസ്രൈമിലെ എല്ലാ പണ്ണാരശാലകളും പൊളിച്ചു പണിത് ഭക്ഷണം കൊണ്ടങ്ങ് നിറച്ചിരിക്കുക.
നിങ്ങൾ പോയി അത് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ എത്ര വർഷമായി? 17-ാമത്തെ വയസ്സിൽ ഇവർ 20 വെള്ളിക്കാശിന് വിറ്റു. 30-ാമത്തെ വയസ്സിൽ യോസേഫ് ഫറവോ രാജാവിന്റെ മുമ്പിലെത്തി. അടുത്ത തുടർമാനം നടക്കുന്ന 7 വർഷത്തെ സമൃദ്ധിയുടെ കാലം. അപ്പം എത്ര വർഷമായി? 17 മുതൽ 30 വരെ 13 വർഷമായി. അടുത്ത് സമൃദ്ധിയുടെ 7 വർഷം, അപ്പൊ 20 വർഷമായി. ഇനി അടുത്ത ക്ഷാമം ആരംഭിച്ചതിന്റെ 2-ാം വർഷം 22 വർഷമായപ്പോൾ തന്നെ വിറ്റ സഹോദരന്മാർ ഭക്ഷണത്തിന് മിസ്രൈമിലെത്തി. ഹല്ലേലൂയ! കഥ എഴുതിയവർ മിസ്രൈമിൽ വന്നു. സ്തോത്രം! നിനക്ക് വിരോധമായി കഥ എഴുതി നിന്റെ സ്വപ്നം എന്താകുമെന്ന് നോക്കാം, നിന്റെ ദർശനം എന്താകുമെന്ന് നോക്കാം. 20 വെള്ളിക്കാശാണ് സ്വപ്നക്കാരനായ യോസേഫിൽ കണ്ടതെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ അദ്ദേഹത്തെ മിസ്രൈമിലെ രാജകീയ പദവിയിലേക്ക് കരം പിടിച്ചുയർത്തി. ആമേൻ. നമ്മളിൽ നമ്മുടെ സഹോദരന്മാർ ഇട്ട ഒരു വിലയുണ്ട്. ആമേൻ. മക്കളെ, നിങ്ങളെയൊക്കെ സ്കൂളിൽ ചിലവരൊക്കെ ഇട്ടിരിക്കുന്ന ചില വിലയുണ്ട്. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സമൂഹം നിങ്ങൾക്കിട്ട ഒരു വിലയുണ്ട്. പക്ഷേ സ്വർഗത്തിലെ അപ്പം നമ്മിൽ വച്ചിരിക്കുന്ന വില ഇവിടെ മനുഷ്യനിട്ട വിലയേക്കാൾ എത്രയോ 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 മടങ്ങെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഈ സഹോദരന്മാർ അവിടെ എത്തി. ചില പരീക്ഷണങ്ങളൊക്കെ യോസേഫ് അവിടെ നടത്തുന്നുണ്ട്. എങ്കിലും നോക്കിക്കേ, ഈ സഹോദരന്മാര് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് ചെയ്തതായ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും. ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് വന്നേ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 43-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആദ്യം 11-12 വായിച്ചുള്ളൂ. 43-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ. അപ്പോൾ അവരുടെ അപ്പനായ ഇസ്രായേൽ അവരോട് പറഞ്ഞത്, ശ്രദ്ധിക്കണേ, എന്തൊക്കെ കൊണ്ടുപോകണം? കുറെ സുഗന്ധപ്പശ, തേൻ, സാമ്പ്രാണി, സന്നിനായകം, ആ ദേശത്തിലെ വിശേഷമായ ചില ഫലങ്ങൾ. ഇതൊക്കെയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രാജാവിൻ്റെ 2-ാമത്തെ നിലയിൽ നിൽക്കുന്ന ആളിന് നിങ്ങൾ കൊണ്ടുപോയി എന്ത് ചെയ്യണം? കാഴ്ച വെക്കണം. എന്തൊക്കെ കൊണ്ടുപോകണം? ഒന്നുകൂടെ. സാമ്പ്രാണി, സുഗന്ധപ്പശ, കുറെ തേൻ, പിന്നെ ആ ദേശത്തിലെ വിവിധങ്ങളായ ഫലങ്ങൾ. പണ്ട് 20 വെള്ളിക്കാശിന് വിൽക്കുമ്പോൾ മിദ്യാന്യ കച്ചവടക്കാരുടെ കരത്തിൽ അവര് വിൽക്കാൻ കൊണ്ടുപോയത് സാമ്പ്രാണി, സന്നിനായകം, സുഗന്ധപ്പശ. ഇത് വിൽക്കാൻ കൊണ്ടുപോയവരുടെ കൂട്ടത്ത് പോയ യോസേഫിന്റെ മുമ്പിൽ കാഴ്ച വയ്ക്കാൻ സ്വന്തം അപ്പൻ കൊടുത്തയക്കുക. ഹല്ലേലൂയ! തേന്, സുഗന്ധപ്പശ, സാമ്പ്രാണി, ആ ദേശത്തിലെ വിവിധങ്ങളായ ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങളുമായി സഹോദരങ്ങളെ അയക്കുക. ശ്രദ്ധിച്ചേ, അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചുള്ളൂ. 26. യോസേഫ് തന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ കൈവശമുണ്ടായിരുന്ന കാഴ്ച അകത്ത് കൊണ്ടുചെന്നു യോസേഫിന്റെ മുമ്പാകെ വച്ച് അദ്ദേഹത്തെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. മതി. ശ്രദ്ധിച്ച്, എങ്ങനെ നമസ്കരിച്ചു? സാഷ്ടാംഗം നമസ്കരിച്ചു. ഒരു സ്വപ്നം കണ്ടിട്ടത് സാക്ഷാത്കരിക്കപ്പെടാൻ 22 വർഷം എടുത്തു. ഹല്ലേലൂയ! നോക്കിയേ, എന്താ സ്വപ്നം? വയലിൽ കറ്റ കെട്ടിക്കൊണ്ട് നിൽക്കുന്നു. സഹോദരന്മാരുടെ കറ്റകൾ യോസേഫിന്റെ കറ്റയെ നമസ്കരിക്കുന്ന സ്വപ്നം അന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ ചോദിച്ചു, എന്താടാ നീ കാണുന്ന സ്വപ്നം? നിന്നെ ഞങ്ങൾ നമസ്കരിക്കുന്നോ? ഞാൻ പറയാം, സ്വപ്നം തന്നത് ദൈവമാണെങ്കിൽ അതിനൊരു സമയം വച്ചിട്ടുണ്ട്. അത് നിശ്ചയമായി അങ്ങനെ തന്നെ അത് സംഭവിക്കും. ഹല്ലേലൂയ! നിങ്ങൾ കണ്ട ദർശനത്തിന്റെ വലിപ്പം എത്രയോ, അത് ചിലത് കാലതാമസം വരാം. കാലതാമസം വന്നതുകൊണ്ട് സംഭവിക്കാതിരിക്കില്ല, നിശ്ചയമായിട്ട് നടന്നിരിക്കും. അതുകൊണ്ട് ആ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, ദർശനത്തിനായി ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വരും നിശ്ചയം, നീ അതിനായി കാത്തിരിക്കുക. ഇന്ന് രാത്രി ദർശനങ്ങൾ പ്രാപിച്ച ദൈവജനത്തോട് ഞാൻ പറയുന്നു, അതിനൊരു സമാപ്തി ദൈവം വെച്ചിട്ടുണ്ട്, ഒരു കാല നിർണയം ദൈവം വെച്ചിട്ടുണ്ട്, അതിനൊരു കാലാംശം ദൈവം വെച്ചിട്ടുണ്ട്. അത് അന്ന് സംഭവിക്കും. നിങ്ങൾ കണ്ട സ്വപ്നം ഇതുവരെ സാക്ഷാത്കരിച്ചില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നടക്കും വരെ പ്രാർത്ഥിക്ക്, പ്രാർത്ഥന കുറയാതിരിക്കട്ടെ. നിശ്ചയമായി ദർശനം തന്ന ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ! സഹോദരന്മാർ
സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അടുത്ത കുശല പ്രശ്നം നടത്തി, കാര്യങ്ങളെല്ലാം പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് യോസേഫ് അകത്തേക്ക് ചെന്നു, പൊട്ടി കരഞ്ഞേച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആമേൻ, നിങ്ങൾ മിസ്രൈമിൽ വിറ്റ യോസേഫാ ഞാൻ. എന്താ ഇതുവരെയും തിരിച്ചറിയാഞ്ഞേ? യോസേഫിന് എന്താ ഇവരെ തിരിച്ചറിയും? വിറ്റവരാരും എന്താ തിരിച്ചറിയാഞ്ഞേ? സ്തോത്രം. ഇടയ്ക്ക് ഞാനൊരു മീറ്റിങ്ങിന് പോയി. എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകൻ, ആമേൻ, അന്ന് പ്രസംഗിക്കേണ്ട ഒരു ദൈവദാസൻ അന്ന് വന്നിട്ടില്ല. അപ്പോൾ പകരം എന്നെ വിളിച്ചതാ. ആമേൻ, അന്ന് പകലും രാത്രിയും പ്രസംഗിക്കണം. ഞാനവിടെ ചെന്നപ്പോൾ പകല് പോകാൻ പറ്റിയില്ല. പകല് ഒരു മരണമായിരുന്നു അവിടെ, അങ്ങനെ പോയില്ല. അപ്പോൾ വൈകിട്ട് ആ മെസ്സേജിന് ഞാൻ പോകുമ്പോൾ എന്നെ അദ്ദേഹം പരിചയപ്പെടുത്തി. അമ്പൂരിൽ നിന്ന് വന്നിരിക്കുന്ന പ്രസാദ് പാസ്റ്റർ ഇപ്പോൾ ഇവിടെ ആ മെസ്സേജ് പറയും, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം നല്ല പ്രഭാഷകനാണെന്നൊക്കെ കേട്ടു എന്നൊക്കെ പറഞ്ഞ് എന്നെ വാനോളം അങ്ങ് പൊക്കി. അദ്ദേഹം എന്നെക്കുറിച്ച് വേറെ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 23 വർഷത്തിന് മുമ്പ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചേ. സ്തോത്രം. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ പരിചയമുണ്ട് ഈ ദൈവദാസനെ, എൻ്റെ ഒരു അധ്യാപകനാണ്, ഞാൻ പിന്നെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. സ്തോത്രം. ചിലരെ ദൈവം മാനിച്ചാൽ ചിലർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയട്ടെ, യോസേഫിന് സഹോദരന്മാർ എന്താ തിരിച്ചറിയാത്തെ? യോസേഫിന്റെ ശിരസിലിരിക്കുന്ന കിരീടം, അദ്ദേഹത്തിന് ദൈവം ധരിപ്പിച്ച മേന്മയുള്ള വസ്ത്രം, അദ്ദേഹം ഇട്ടിരിക്കുന്ന രാജകീയ ചെരുപ്പ്, അദ്ദേഹത്തിന്റെ അധികാര കസേര, അദ്ദേഹം കരത്തിൽ പിടിച്ചിരിക്കുന്ന ചെങ്കോല്, വേഷ സംവിധാനങ്ങൾ ദൈവം നൽകിയപ്പോൾ ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ പാടാ. വിറ്റവരെ നോക്കിക്കേ, ഇദ്ദേഹത്തെ വിറ്റവരെയും കഥ എഴുതിയവരെ നോക്കിക്കേ, ഇവരെ തിരിച്ചറിയ എളുപ്പമാ. പണ്ടത്തെ ഇടയവേഷം ഇപ്പോഴും ഉണ്ട്, പണ്ടത്തെ തലപ്പാവ് ഇപ്പോഴും അതുപോലെ ഇരിപ്പുണ്ട്, പണ്ടത്തെ വടിയും കോലും കയ്യിൽ ഇപ്പോഴും ഉണ്ട്, തോളത്തൊരു ഇടയസഞ്ചി ഇപ്പോഴും കിടപ്പുണ്ട്, കാലിൽ മെതിയടി പോലത്തെ 2 ചെരുപ്പ് ഇപ്പോഴും കിടപ്പുണ്ട്. അവർക്കിന്നും മാറ്റമില്ല. കഥ എഴുതിക്കോ, നിനക്ക് അങ്ങനെ തന്നെ ഇരിക്കാം. ആമേൻ. നിങ്ങൾ ആരും സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. കഥ എഴുതുന്നവന്റെ ഇരിപ്പങ്ങന. നിനക്ക് വിപരീതമായ ആര് കഥ എഴുതിയാലും അധൈര്യപ്പെടരുത്. എഴുതിക്കോ, ഞാൻ ഇനിയും പേന മേടിച്ചു തരാം. പക്ഷേ എൻ്റെ ദൈവം എന്നെ മാനിപ്പാൻ ശക്തനെന്ന് പറയാൻ എത്ര പേർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്? ഹല്ലേലൂയ. അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഈ കടമ്പകളൊക്കെ കടന്ന പ്രിയരെ ഇതുവരെ വന്നെത്തിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത്. കഥ എഴുതുന്നവർ എഴുതട്ടെ. ആമേൻ. അതിനെ പരസ്യപ്പെടുത്തുന്നവർ പരസ്യപ്പെടുത്തട്ടെ. ദർശനമുള്ളവൻ ദൈവത്തെ നോക്കി യാത്ര ചെയ്യട്ടെ. ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ കഥ എഴുതിയവർ കണ്ട് ലജ്ജിക്കുമാറ് മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണാനിടയാകും. ഒരു വാക്യം കൂടെ അതോടൊപ്പം ചേർത്ത് വായിച്ചോളൂ. ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായം 24 മുതലുള്ള വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 45-24 മുതലുള്ള വാക്യം. അങ്ങനെ യോസേഫ് തന്റെ സഹോദരന്മാരെ യാത്ര അയച്ചു. അവർ പുറപ്പെടുമ്പോൾ കണ്ടോ, യോസേഫ് അവരോട് 22 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയതാ. വഴിയിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, അടിപിടിയൊന്നും ഉണ്ടാക്കാതെ വീട്ടിൽ എത്തിയേക്കണം. അടുത്ത വാക്യം. അവർ മിസ്രൈമിൽ പുറപ്പെട്ട് യാക്കോബിന്റെ അപ്പന്റെ അടുക്കൽ അവരെത്തി. അവനോട്, ശ്രദ്ധിച്ചേ, 22 വർഷങ്ങൾക്ക് മുമ്പ് അങ്കി കൊണ്ട് കൊടുത്തേച്ചെന്താ പറഞ്ഞേ? ഇതാരുടെ അങ്കി എന്ന് നോക്ക്. ഒരു ദുഷ്ട മൃഗം അവനെ കടിച്ചു കീറി തിന്നു. ഇത് വഴിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അങ്കിയ. അവര് തന്നെ ഇപ്പൊ എന്തോന്ന് അപ്പനോട് പറയുന്നു? പറഞ്ഞേ, യോസേഫ് ജീവനോടെ ഇരിക്കുന്നു. ഞാൻ പറയാം, കഥ എഴുതിയവനെ കൊണ്ട് കഥയെ തിരുത്തിച്ചു. നീ മരിച്ചെന്ന് നീ എഴുതിയ കഥ, നിങ്ങൾ ചത്തുപോയെന്നും ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞെന്നും ഈ കുപ്പായം യോസേഫിൻ്റെതാണെന്നും നോക്കെന്നും പറഞ്ഞ് കഥ എഴുതിയവരെ കൊണ്ട് അവൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു എന്ന് പറയിപ്പിച്ച ദൈവമാ ഇന്നു രാത്രി നമ്മൾ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കഥ എഴുതുന്നവരോട് പ്രതികരിക്കാതെന്ന യോസേഫേ, തങ്ങൾക്ക് വിരോധമായി എഴുതിയ കഥയെ താങ്കളുടെ ജീവിതം കൊണ്ട് തിരുത്തി എഴുതിപ്പിക്കാൻ കഴിഞ്ഞല്ലോ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടും പറയുന്നു പ്രിയരെ, നമ്മെ വിളിച്ച ദൈവം എത്ര വിശ്വസ്തനെന്നറിയാവോ? അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. ഇരിക്കുന്നു.
ഇന്ന് അദ്ദേഹം മിസ്രൈം ദേശത്തിന് അധിപതിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി. പണ്ട് 8 അരയിൽ ഉടുത്ത് വിലപിക്കാൻ തുടങ്ങിയ മനുഷ്യൻ മോന്റെ ഉയർച്ച കേട്ടപ്പോൾ, മരിച്ചുപോയെന്ന് ചിന്തിച്ചെടുത്ത് ജീവിക്കുന്നെന്ന് കേട്ടപ്പോൾ അപ്പൻ സ്തംഭിച്ച് നിന്നുപോയി. ഹല്ലേലൂയ. മോനെ കുറിച്ച് കരഞ്ഞ അപ്പൻ സ്തംഭിച്ചു പോയി. എന്റെ അപ്പ ഇത്രത്തോളം എന്റെ കുഞ്ഞിനെ മാനിച്ചോ? തീർന്നില്ല. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. അപ്പനെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് യോസേഫ് അവരോട് പറഞ്ഞയച്ച എല്ലാ വാക്കും അപ്പനോട് പറഞ്ഞു. അടുത്ത് അദ്ദേഹത്തെ കയറ്റിക്കൊണ്ടുപോകാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അപ്പനായ യാക്കോബിന് ചൈതന്യം വന്നു. സ്തംഭിച്ച അപ്പന് ചൈതന്യം വന്നു. എപ്പോൾ? യോസേഫ് അയച്ച രഥം കണ്ടപ്പോൾ. ആമേൻ. കഥാനായകൻ അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ. ആരെല്ലാം കഥ എഴുതിയാലും കഥയെ തിരുത്തുന്ന ഒരു ദൈവം, എഴുതിയവരെ കൊണ്ട് കഥ തിരുത്തി കുറിപ്പിക്കുന്ന ദൈവം, പുറകാല നടന്ന് പുസ്തകം എഴുതിയവരും, ആമേൻ, മെസ്സേജ് അയച്ചവരും, ആമേൻ, ദോഷം സംസാരിച്ചവരും, നിന്നെ പരിഹാസ വിഷയമാക്കിയവരും ഒത്തിരി പേർ ചുറ്റും കാണാം. ഇന്നു രാത്രി ഞാൻ പറയുന്നു, അവരുടെ മുമ്പിൽ തല ഉയർത്തുന്ന ദൈവം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ പ്രിയരെ, പലരും കഥ എഴുതിയത് നിമിത്തം ആത്മഹത്യ ചെയ്തവർ അനേകർ നമ്മുടെ നാട്ടിലുണ്ട്. അമ്മായിയപ്പൻ മരുമോക്ക് വിരോധമായി എഴുതിയ കഥ, അമ്മായിയമ്മ മരുമോക്കും വിരോധമായി എഴുതിയ കഥ, മാതാപിതാക്കൾ മക്കൾക്ക് വിരോധമായി എഴുതിയ കഥ, മക്കൾ മാതാപിതാക്കൾക്ക് വിപരീതമായി എഴുതിയ കഥ ദേശത്ത് പലരും പാടിയപ്പോൾ നിൽക്കാൻ കഴിയാതെ അവർ ആത്മഹത്യ ചെയ്തു. എന്നോടൊപ്പം ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ച അനിൽകുമാർ എന്ന് പേരുള്ള എൻ്റെ സ്നേഹിതൻ, അവൻ പഠിച്ചു, നല്ല വിദ്യാഭ്യാസവും ലഭിച്ചു, അവനൊരു പോലീസ് ഉദ്യോഗസ്ഥനായി. അവന്റെ ഭാര്യയെക്കുറിച്ച് ഏതോ ഒരു കാര്യം അപമാനിച്ചു കൊണ്ടൊരു പോലീസുകാരൻ തന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ അന്ന് ലീവ് എടുത്ത് വീട്ടിൽ വന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആമേൻ. കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചവരാ. എന്നോടൊപ്പം പഠിച്ച ഒരു സ്നേഹിതൻ ഒരു ദിവസം അവൻ സഹിക്കാൻ കഴിയാത്ത വ്യസനവുമായി എന്നെ കാണാൻ വന്നു. അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രസാദേ, നിന്നെ വന്നൊന്ന് കണ്ട് സംസാരിച്ചിട്ട് മരിക്കാൻ വേണ്ടി ഞാൻ വന്നതാ. അവൻ അനുഭവിച്ച വിഷയങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുപോയി അവനെ ഉപദേശിച്ചു, വചനം പറഞ്ഞു കൊടുത്തു, അവനെ ബലപ്പെടുത്തി. കൃപയാൽ ഇന്നും അവൻ മരിച്ചിട്ടില്ല, ഇന്നും അവൻ ജീവനോടെ ഇരിക്കുന്നു. ഞാൻ പറയട്ടെ, പലരും എഴുതിയ കഥ പലരെയും ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പലരും എഴുതിയ കട നിമിത്തം പലരും നാട് വിട്ടിട്ടുണ്ട്. പലരും എഴുതിയ കട നിമിത്തം പലരും മാനസിക രോഗികളായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ നാളിൽ നടന്ന പെരുമ്പാവൂരിൽ നടന്ന, ആമേൻ, സ്തോത്രം, ഒരു സഹോദരി 2 പിള്ളാരും റെയിൽവേ ട്രാക്കിൽ മരിച്ച സംഭവം. എന്താ അതിന്റെ കാര്യം? തനിക്ക് വിപരീതമായി ഭർത്താവ് എഴുതിയ കഥയല്ലേ? സ്തോത്രം. ആമേൻ. ഷൈനി എന്ന യുവതി 2 പെൺമക്കളും കെട്ടിപ്പുണർന്നിരുന്ന്, ആമേൻ, ആ വാഹനം വന്ന ആ ട്രെയിൻ കോപ്പയിലേക്ക് അദ്ദേഹം ശബ്ദമുണ്ടാക്കിയിട്ടും നീട്ടി കാണടിച്ചിട്ട് മനങ്ങാതെ കെട്ടിപ്പുണർന്നിരുന്ന് ആ റെയിൽവേ ട്രാക്കിൽ മരിച്ച ആ സഹോദരിയുടെ അവസ്ഥ പത്രങ്ങൾ നിങ്ങൾ വായിച്ചതല്ലേ? എന്താ കാരണം? മാനസിക സംഘർഷം. ആരൊക്കെയോ എഴുതിയ കഥ കുടുംബജീവിതത്തെ മറ്റാരൊക്കെയോ ചരട് പിടിക്കാൻ തുടങ്ങിയപ്പോൾ തകർന്നടിഞ്ഞു പോയ കുടുംബജീവിതത്തിന്റെ ഉടമയായി ആത്മഹത്യ മാത്രം പരിഹാരമാർഗമായി കണ്ടപ്പോൾ ഇന്ന് രാത്രി വിശ്വാസ കുടുംബങ്ങളോട് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, ആത്മഹത്യ പ്രശ്നത്തിന്റെ പരിഹാരമല്ല, നാടുവിടൽ പ്രശ്നത്തിന്റെ പരിഹാരമല്ല. ഹല്ലേലൂയ. മാനസികമായ വിഭ്രാന്തികൾ വരാൻ സാധ്യതയുണ്ട്. ആകയാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രിയരെ, കഥ തിരുത്തുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. കഥ എഴുതുന്നവർ എഴുതട്ടെ. കഥ തിരുത്തുന്ന ദൈവത്തിങ്കിലേക്ക് ഇന്ന് രാത്രി കണ്ണുകൾ ഉയർത്താമോ? കേൾക്കപ്പെട്ട വചനം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു എങ്കിൽ, യഹൂദന്മാർ ക്രിസ്തുവിന് വിരോധമായി കഥ എഴുതി എന്റെ യേശു അപ്പനതിനെ തിരുത്തിയെങ്കിൽ, അവൻ യോസേപ്പിന് വിരോധമായി മനുഷ്യൻ എഴുതിയ കഥ, ഉടപ്പിറപ്പുകൾ എഴുതിയ കഥ, അവൻ സഹോദരങ്ങൾ എഴുതിയത് അവൻ കഥ, പൊത്തിപ്പേരുടെ ഭാര്യ എഴുതിയ കഥ സ്വർഗത്തിലെ അപ്പൻ തിരുത്തിയെങ്കിൽ, ഇന്നു രാത്രി കഥകളെ തിരുത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെ.
അവങ്കിലേക്ക് ഇന്ന് രാത്രി കണ്ണുകളെ ഒന്ന് ഉയർത്താമോ? എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് അവരുടെ സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കേൾക്കപ്പെട്ട തിരുവെടുത്തിന്റെ മുമ്പിൽ ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുക. ജീവിതത്തിൽ ആരൊക്കെയോ കഥ എഴുതി മാനസിക തകർച്ചയുടെ വക്കോളം എത്തിയ ജീവിതത്തിന്റെ ഉടമസ്ഥരായി എത്രയോ പേരായിത്തീർന്നു. എത്ര പേർ ആത്മഹത്യ ചെയ്തു, എത്ര പേർ നാട് വിട്ടു, എത്ര പേർ മനോരോഗികളായി. ഇന്നും ആമേൻ വിലങ്ങുകളിൽ, വിവിധ സെല്ലുകളിൽ, മാനസിക രോഗാശുപത്രികളിൽ, അടയ്ക്കപ്പെട്ട റൂമുകളിൽ ഒതുങ്ങപ്പെടുമ്പോൾ നിനക്ക് വിരോധമായും പലരും കഥ എഴുതി. പക്ഷേ നീ ഒരു മാനസിക രോഗിയാകാതെ ഇന്നുവരെ നിർത്തിയ ദൈവകൃപ, വീട് വിട്ടു പോകാതെ, നാട് വിട്ടോടാതെ ഇന്നും തൻ്റെ കൃപയിൽ നിർത്തിയ ദൈവത്തിൻ്റെ കൃപ, ഇന്നും നമ്മളെ കരുതിയ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം ഇന്നുവരെ നമ്മളെ നിർത്തിയ ദൈവത്തിൻ്റെ മഹാദയ, ആ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? അവൻ ഇന്നു രാത്രി മെസ്സേജ് എന്നെ ഫലമേൽപ്പിച്ച ദൈവത്തിന് ചിലരോട് സംസാരിക്കാനുണ്ട്. ഇതേ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരോട്, ഇതേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരോട്, ഇതേ വിഷയങ്ങൾ ജീവിതത്തിൽ നിന്നും ഭാരമായി കിടക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് നിങ്ങളോട് ഇടപെടാനുണ്ട്. അധൈര്യപ്പെടരുത്. ആമേൻ. ചില സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം നടക്കാൻ അല്പം ലേറ്റാകും. അധൈര്യപ്പെടരുത്. നീണ്ട 22 വർഷമെടുത്തു കഥ എഴുതിയവർ ആമേൻ കഥാപുരുഷന്റെ മുമ്പിലെത്താൻ. ആമേൻ 22 വർഷങ്ങളെടുത്തു അവരെ കൊണ്ട് തന്നെ കഥ തിരുത്തിപ്പിക്കാൻ. ഇന്നു രാത്രി കാത്തിരിക്ക്. കഥ എഴുതിയവരെ കൊണ്ട് കഥ തിരുത്തിപ്പിക്കുന്ന ഒരു ദൈവം നമ്മോടൊപ്പമുണ്ട്. കഥ എഴുതിയവരെ കൊണ്ട് അയ്യോ ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെന്ന് പറയിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്താമോ? പ്രിയ സഹോദരങ്ങൾ, ഒരുമിച്ച് ചേർന്ന് ഒരു ഗാനം പാടി ദൈവത്തിന് മഹത്വപ്പെടുത്തുമ്പോൾ തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ആമേൻ ഏക ഹൃദയത്തോടെ, ഏക മനസ്സോടെ ഇന്ന് പകൽ ദൈവത്തിന് രാത്രി ദൈവത്തിലേക്ക് കണ്ണുകളെ ഒന്ന് ഉയർത്താം. ഈ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമാകട്ടെ. ഒരുമിച്ച് പാടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.